उत्तमा श्लोके भगवते उत्तमश्लोके भक्तिर्भवति नैष्ठिकी मूकं करोति वाचालं मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं श्रीगुरुं दीनतारिणं यत्कृपातमहं वन्दे यत्कृपातमहं वन्दे श्रीचैतन्यमीश्वरं श्रीचैतन्यमीश्वरं यत्कृपातमहं वन्दे यत्कृपातमहं वन्दे परमानन्दमाधवं परमानन्दमाधवम्। हरे कृष्ण। ശ്ലോകം 29, അധ്യായം 3, 29 ശ്ലോകം. പ്രകൃതേ ഗുണസമ്മൂഢ സജ്ജന്തേ ഗുണകർമ്മസു താനാ കൃഷ്ണവിദോ മന്ദാൻ കൃഷ്ണവിന്ന വിചാരയേ പ്രകൃതേ ഗുണസമ്മൂഢ സജ്ജന്തേ ഗുണകർമ്മസു താനാ കൃഷ്ണവിദോ മന്ദാൻ കൃഷ്ണവിന്ന വിചാരയേ പ്രകൃതേ ഗുണസമ്മൂഢ സജ്ജന്തേ ഗുണകർമ്മസു താനാ കൃഷ്ണവിദോ മന്ദാൻ കൃഷ്ണവിന്ന വിചാരയേ പ്രകൃതേ ഗുണസമ്മൂഢ സജ്ജന്തേ ഗുണകർമ്മസു താന കൃഷ്ണവിദോ മന്ദാൻ കൃഷ്ണവിന്ന വിചാലയേ പ്രകൃതേ ഗുണസമ്മൂഢ സഞ്ജയത്തെ ഗുണകർമ്മസു നാനാകൃസൻവിദോ മന്ദാൻ കൃഷ്ണവിന്ന വിചാരേത് പ്രകൃതേ ഗുണസമ്മൂഢ സജ്ജന്തേ ഗുണകർമ്മസു കൃഷ്ണവിദോ മന്ദാൻ കൃഷ്ണവിന്ന വിചാരയേത്. ഹരേ കൃഷ്ണ. വാക്കർത്ഥം ദയവായിട്ട് പറയാം. പ്രകൃതിയുടെ ഗുണസമ്മൂഢ ഗുണങ്ങളാൽ വിഡ്ഢികളാക്കപ്പെട്ടവർ ഗുണകർമ്മസു ഭൗതിക പ്രവർത്തനങ്ങളിൽ സജ്ജന്തേ മുഴുകുന്നു. അകൃഷ്ണവിധ അജ്ഞാനികളായ താൻ മന്ദാൻ ആത്മസാക്ഷാത്കാരം മനസ്സിലാക്കുന്നതിൽ അലസന്മാരായവരെ കൃഷ്ണവിത്ത് യഥാർത്ഥ ജ്ഞാനസമ്പന്നൻ വിചാലയെ വിജപിക്കരുത് വിചലിപ്പിക്കരുത്. വിവർത്തനമേശ്വര പ്രഭാത് കീച്ച്. പ്രകൃതിയുടെ ത്രിഗുണങ്ങളാൽ മോഹിതരായി അജ്ഞാനികൾ ഭൗതിക കർമ്മങ്ങളിൽ വ്യാപൃതരാകുന്നു. തന്മൂലം അവയിൽ ആസക്തരാവുകയും ചെയ്യുന്നു. അറിവില്ലായ്മ കൊണ്ട് അധമമായ പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്ന അവരെ അഭിജ്ഞന്മാർ വിശബ്ദരാക്കരുത്. ദയവായി ഏറ്റുപറയാം. പ്രകൃതിയുടെ ത്രിഗുണങ്ങളാൽ മോഹിതരായി അജ്ഞാനികൾ ഭൗതിക കർമ്മങ്ങളിൽ വ്യാപൃതരാകുന്നു. തന്മൂലം അവയിൽ ആസക്തരാവുകയും ചെയ്യുന്നു. അറിവില്ലായ്മ കൊണ്ട് അധമമായ പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്ന അവരെ അഭിജ്ഞന്മാർ വിശുദ്ധരാക്കരുത്. ഭാവാർത്ഥം പ്രഭുവാർക്ക് ചെയ്യും.
ദേഹമാണ് ആത്മാവെന്ന മിഥ്യാബോധം വെച്ച് പുലർത്തുന്നത് കാരണം മനുഷ്യൻ സ്ഥാനമാനങ്ങളാകുന്ന ഉപാധികളിൽ മുഴുകിയിരിക്കുന്നു. ഭൗതിക പ്രകൃതി തരുന്ന ഒരു ഉപകാരമാണ് ഈ ശരീരം. ശാരീരിക ബോധത്തോട് അത്യന്തം ആകൃഷ്ടനായ ഒരാൾ മന്ദൻ അഥവാ ആത്മാവിനെക്കുറിച്ച് ബോധമില്ലാത്ത ഒരലസനെന്ന് പറയപ്പെടുന്നു. അജ്ഞന്മാരാണ് ഈ ശരീരം താനാണെന്ന് ഈ ശരീരം തന്നെയാണ് താൻ എന്ന് കരുതുന്നത്. മറ്റുള്ളവരുമായി ശാരീരികമായുള്ള ബന്ധത്തെ ബന്ധുത്വമായി അവർ അംഗീകരിക്കുന്നു. താൻ പിറന്ന നാടിനെ പൂജാർഹമായും മതാചാരങ്ങളെ ആത്യന്തിക ലക്ഷ്യങ്ങളായും കരുതുന്നു. സാമൂഹ്യ സേവനം, രാഷ്ട്രീയം, പരോപകാരം എന്നിവയിലാണ് ഭൗതികമായ ഉപാധികളോടുകൂടി അവർ പ്രവർത്തിക്കുക. അത്തരം ലക്ഷ്യങ്ങളാൽ ആകൃഷ്ടരായവർ എപ്പോഴും ഭൗതിക മേഖലയിൽ ജോലി തിരക്കിലായിരിക്കും. ആത്മസാക്ഷാത്കാരം എന്നത് അവർക്കൊരു കെട്ടുകഥയാണ്. അതുകൊണ്ട് അവർക്ക് അതിൽ താല്പര്യമില്ല. അഹിംസ മുതലായ പ്രാഥമിക ധാർമ്മിക സിദ്ധാന്തങ്ങളിലും കാരുണ്യ പ്രവർത്തനങ്ങളിലും അവർ ശ്രദ്ധ പതിപ്പിക്കാറുണ്ട്. ആത്മീയ ജീവിതത്തെക്കുറിച്ച് അറിവ് നേടിയവർ ഇപ്രകാരം ഭൗതികതയിൽ മുഴുകിയവരെ വഴിമാറ്റാൻ ശ്രമിക്കരുത്. തങ്ങളുടെ ആധ്യാത്മിക പ്രവർത്തനങ്ങളെ നിശബ്ദം തുടർന്നു കൊണ്ടുപോവുകയാണ് വേണ്ടത്. മൂഢന്മാർക്ക് കൃഷ്ണാവബോധത്തോടുകൂടി ചെയ്യുന്ന കർമ്മങ്ങളെ അഭിനന്ദിക്കാനാവില്ല. അതുകൊണ്ടാണ് അവരെ ഉപദേശിച്ച് അസ്വസ്ഥരാക്കാൻ വേണ്ടി വിലയേറിയ സമയം പാഴാക്കരുതെന്ന് ഭഗവാൻ കൽപ്പിക്കുന്നത്. ഭക്തന്മാരാകട്ടെ ഭഗവാന്റെ ഉദ്ദേശം എന്തെന്നറിയാവുന്നതുകൊണ്ട് അദ്ദേഹത്തേക്കാൾ കനിവ് കാട്ടുന്നു. മൂഢന്മാരെ ചെന്ന് കണ്ട് കൃഷ്ണാബോധപരിതങ്ങളായ കർമ്മങ്ങളിൽ ഏർപ്പെടാൻ അവരെ പ്രേരിപ്പിക്കുന്നതുൾപ്പെടെ സകല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും അവർ ഏറ്റെടുക്കുന്നു. മനുഷ്യവർഗത്തിന് അത്യാവശ്യമാണ് കൃഷ്ണാബോധ പ്രവർത്തനം. ഓം സത് സത്. ഹരേ കൃഷ്ണ. നമോ വിഷ്ണുപാദായ കൃഷ്ണഭ്രഷ്ടായ ഭൂതലേ ശ്രീമതേ ജഗദാകസ്വാമിനി നാമിനി നമ ആചാര്യപാദായ നിത്തായ കൃപാപ്രദായിനി ഗൗരഗദാധാമദായ നഗരഗ്രാമധാരിണി നമോ വിഷ്ണുപാദായ കൃഷ്ണഭ്രഷ്ടായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനി നാമിനി നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശധാരിണി. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീ വാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഭഗവാന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. കുറച്ച് മാസങ്ങൾക്ക് ശേഷമാണ് അടിയനിങ്ങനെ ഒരു അവസരം ഇരിക്കുന്നത്. അപ്പം നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എനിക്ക് തോന്നുന്നൊരു 3-4 മാസത്തിന് ശേഷമാണ് ഇരിക്കുന്നത്. ഇങ്ങനൊരു അവസരം നൽകിയ ഈ കുടുംബത്തിൽ എല്ലാവർക്കും ഭഗവാന്റെ നാമത്തിൽ നന്ദി പറയുന്നു. അപ്പോൾ നമുക്കിനി വിഷയത്തിലേക്ക് പോകാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ആധികാരികമായിട്ട് പ്രഭുജി നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടാവും. കഴിഞ്ഞ 2 ക്ലാസ് ഞാൻ അടിയിലില്ലായിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയോണം എന്നതുപോലെ നമുക്കെടുക്കാൻ പറയാൻ പറ്റുമോ എന്ന് അറിയില്ല. എങ്കിൽ തന്നെയും അറിയാവുന്ന രീതിയിൽ ആത്മീയ ഗുരു ആചാര്യന്മാരിൽ നിന്ന് കിട്ടിയ അറിവിൽ നിന്ന് മനസ്സിലാക്കിയത് അടിയനാൽ കഴിയുന്ന രീതിയിൽ പറയാൻ ശ്രമിക്കാം. അപ്പോൾ ഈ ശ്ലോകത്തിൽ പറയുന്നത് ആത്മസാക്ഷാത്കാരത്തിലെത്തിയ ഒരാൾ അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാൾ ആത്മസാക്ഷാത്കാരം അതിനെക്കുറിച്ച് മനസ്സിലാക്കാതെ അതിൽ വിശ്വസിക്കാത്ത ഒരു ബുദ്ധിശൂന്യൻ, അത് എടുത്ത് പറയുന്നുണ്ട്, അതായത് ഒരു മന്ദബുദ്ധിയോട്, ബുദ്ധിയില്ലാത്ത ഒരാളോട് അതിനെക്കുറിച്ച് പറയാതിരിക്കുകയാണ് നല്ലതെന്നാണ് പറഞ്ഞിരുന്നത്. കാരണം ഈ ആത്മസാക്ഷാത്കാരത്തിലേക്ക് പോകുന്നയാൾ യഥാർത്ഥത്തിൽ ഒരു ജ്ഞാനിയാകുകയാണ്. ആത്മസാക്ഷാത്കാരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരത്തിൽ എത്തിയാൽ ജ്ഞാനിയാവുന്നത്. എന്തുകൊണ്ടാണ് അയാൾ ജ്ഞാനിയാവുന്നത്? അദ്ദേഹത്തിന് അറിയാം തൻ്റെ യഥാർത്ഥ അവസ്ഥ, താൻ ആരാണെന്നുള്ള യഥാർത്ഥ അവസ്ഥ അദ്ദേഹത്തിന് മനസ്സിലാക്കിയിരിക്കുകയാണ്. തന്നിൽ വന്നു ചേരുന്ന അനുഭവങ്ങളെ
എല്ലാ കാര്യങ്ങളെയും അദ്ദേഹം ഒരു സാക്ഷി രൂപയാണ് കാണുന്നത്. കാരണം ഇതൊന്നും തൻ്റെ കഴിവ് കൊണ്ടല്ല, അല്ലെങ്കിൽ താനല്ല അതിൻ്റെ ചെയ്യുന്നത്, താനല്ല അതിൻ്റെ കാരണം എന്ന് മനസ്സിലാക്കിയിട്ട് ഒരു സാക്ഷി രൂപേണ കാണും. സാക്ഷി എന്ന് പറയുമ്പോൾ ആ പ്രവർത്തനത്തിലില്ല, അല്ലേ? പ്രവർത്തനം ചെയ്യുന്നത് കാണുക മാത്രമാണ്. അതേപോലെ ആത്മസാക്ഷാത്കാരത്തിലെത്തിയ ഒരാൾ തൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന അനുഭവങ്ങളെ ഒരിക്കലും അതിനെ എപ്പോഴും അദ്ദേഹം സാക്ഷി രൂപത്തിൽ, കാരണം അദ്ദേഹത്തിന് അറിയാം താൻ ഈ ശരീരമല്ല എന്നുള്ളത്. ശരീരം എന്ന് പറയുന്ന അദ്ദേഹത്തിന് മനസ്സിലായിരിക്കുന്നു, ശരീരം എന്ന് പറയുന്നത് ഒരു പുറംചട്ട മാത്രമാണ്. ആ പുറംചട്ടയ്ക്കുള്ളിലിരിക്കുന്ന ജ്യോതിസാണ് താൻ എന്ന് അദ്ദേഹത്തിന് ബോധമുള്ളത് കൊണ്ട് ആ പുറംചട്ടകളിൽ ഉണ്ടാകുന്ന പ്രവർത്തന ഫലങ്ങളെയോ അല്ലെങ്കിൽ പ്രവർത്തനങ്ങളെയെല്ലാം അദ്ദേഹം ഒരു സാക്ഷി രൂപേണ മാത്രമാണ് കാണുന്നത്. അതുകൊണ്ടാണ് ആത്മസാക്ഷാത്കാരത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ആൾ ജ്ഞാനിയാണ് എന്ന് പറയാൻ കാരണം. ആ പുറംചട്ട കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആ പുറംചട്ടയിൽ നിന്ന് കിട്ടുന്ന പ്രവൃത്തിയുടെ ഫലങ്ങളുടെ കർത്താവാൻ, കർത്തൃത്വം ഏറ്റെടുക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല. കാരണം അദ്ദേഹത്തിന് അറിയാം ഇതൊന്നും എൻ്റെ കഴിവുകൊണ്ടല്ല ചെയ്യുന്നത്, ഞാനല്ല ചെയ്യുന്നത് എന്ന് അദ്ദേഹത്തിന് അറിയാം. കാരണം ആത്മാവ് മാത്രമാണ് താൻ, ശരീരം എന്നതൊരു പുറംചട്ട മാത്രമാണ്. അതുകൊണ്ട് ഈ കർമ്മത്തിലൊന്നും തനിക്ക് അതിൻ്റെ കർത്തൃത്വം ഏറ്റെടുക്കാൻ അദ്ദേഹം നിൽക്കുന്നില്ല. ഒരു യോഗിയുടെ തലത്തിലേക്ക് എത്തുമ്പോഴാണ് ആ ഒരു രീതിയിലേക്ക് പോയിക്കൊണ്ട് ഇരിക്കുമ്പോഴാണ് ആ ഒരു ബോധം ഒരാൾക്കുണ്ടാവുന്നത്. ഈ ആത്മസാക്ഷാത്കാരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ മാത്രമേ ആ ബോധം ഉണ്ടാവുകയുള്ളൂ. അതുവരെയും ഉള്ള ബോധം എങ്ങനെയായിരിക്കും? ഞാൻ ചെയ്യുന്നു, ഞാൻ എന്ന ഭാവം മാത്രമേ ഉള്ളൂ. അവിടെ ആത്മാവിനായിരിക്കല്ല പ്രസക്തി കൊടുക്കണം, മറിച്ച് ശരീരത്തിനായിരിക്കും പ്രാധാന്യം കൊടുക്കുന്നത്. ഒരു അജ്ഞാനിയാണെങ്കിൽ എങ്ങനെയായിരിക്കും ചിന്തിക്കുക? ഒരു അജ്ഞാനി തൻ്റെ ആവരണം ചെയ്തിരിക്കുന്ന ആ ആവരണത്തെ, അതായത് ആ ശരീരമാകുന്ന പുറംചട്ട അതാകുന്നു താനെന്ന് അദ്ദേഹം ധരിച്ചിട്ട് ആ എല്ലാ പ്രവർത്തനങ്ങളിലെയും കർത്തൃത്വത്തെ അദ്ദേഹം ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഞാൻ ചെയ്തു, ഉള്ളിലിരിക്കുന്ന ആത്മാവിനെ കുറിച്ച് അദ്ദേഹത്തിന് അറിയില്ല, മറിച്ച് ശരീരത്തിൻ്റെ കഴിവുകളെ കുറിച്ച് മാത്രം മനസ്സിലാക്കി എല്ലാം എൻ്റെ കഴിവുകൊണ്ട് മാറ്റി അതിൽ മാത്രമേ അദ്ദേഹത്തിന് പറ്റുന്നുള്ളൂ. ആ ശരീരത്തിനോടുള്ള ബന്ധങ്ങളെയെല്ലാം മാത്രം അദ്ദേഹം ബന്ധുത്വമായിട്ട് കരുതിക്കൊണ്ടിരിക്കുകയാണ്, അല്ലാതെ മറ്റൊന്നുമല്ല. കാരണം ശരീരത്തിന് മാത്രം പ്രാധാന്യം, ആ പുറംചട്ടയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നു. ഉള്ളിലുള്ള ആ വെളിച്ചത്തെക്കുറിച്ച് അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല. അദ്ദേഹം അതിൽ അഭിമാനിക്കുന്നു അല്ലെങ്കിൽ ആനന്ദിക്കുന്നു. ഈ ശരീരം കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികളിൽ ഒന്നുകിൽ അതിൽ ആനന്ദിക്കുന്നു, അഭിമാനിക്കുന്നു, അല്ലെങ്കിൽ ദുഃഖ ദുരിത പരാജയങ്ങളെ ഓർത്ത് ഞാൻ ഇങ്ങനെ ആയിപ്പോയല്ലോ, എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ, എനിക്ക് ഇത്തരം അനുഭവങ്ങൾ വന്നല്ലോ എന്നോർത്ത് ദുഃഖിക്കുന്നു. കൂടുതൽ പേർക്കും അതായിരിക്കും ഇത്തരം ഉള്ളവർക്ക് അനുഭവം വരുന്നത്. കാരണം എപ്പോഴും അവരിൽ ഉത്കണ്ഠയായിരിക്കും ഉണ്ടാവുന്നത്, ദുഃഖങ്ങളുണ്ടാവും. എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോകുന്നത്, ഞാൻ ഇങ്ങനെയെല്ലാം ചെയ്തിട്ടും എൻ്റെ അനുഭവം എന്താ ഇങ്ങനെ വരുന്നത്? കാരണം ഇങ്ങനൊരു ചിന്ത വരാൻ കാരണം എന്താണ്? അദ്ദേഹത്തിന് ഈ പുറംചട്ടയിൽ മാത്രം വിശ്വസിക്കുന്നതുകൊണ്ടാണ്. ഈ വരുന്ന പ്രവർത്തനങ്ങളിലൊന്നും താൻ ഉത്തരവാദിയല്ല എന്ന് അദ്ദേഹം ഉള്ളിലിരുന്നുകൊണ്ട് ചിന്തിക്കാൻ ആത്മാവിന് പ്രസക്തി കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അറിയാം ഇതെല്ലാം ആ കർമ്മഫലങ്ങൾ ഇതൊന്നും തനിക്ക് ബാധിക്കുന്ന കാര്യമല്ല, ഞാൻ ഇതിൻ്റെ ഒരു സാക്ഷി മാത്രമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ ഒരു അജ്ഞാനി ഒരിക്കലും അത് മനസ്സിലാക്കുന്നില്ല. ഇതാണ് ഒരു ജ്ഞാനിയും അജ്ഞാനിയും തമ്മിലുള്ള വ്യത്യാസം വരുന്നത്. അങ്ങനെ ഒരു ജ്ഞാനിയുടെ മാനസിക തലത്തെക്കുറിച്ച് ഊഹിച്ച് മനസ്സിലാക്കാൻ ഒരിക്കലും ഒരു അജ്ഞാനിക്ക് സാധ്യമല്ല. നമ്മൾ ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു അജ്ഞാനിക്ക് ഒരു ജ്ഞാനിയുടെ സന്തോഷമോ അദ്ദേഹത്തിൻ്റെ മാനസിക ആ ഒരു തലത്തെക്കുറിച്ചോ ചിന്തിക്കുമ്പോഴോ അല്ലെങ്കിൽ അത് കാണുമ്പോഴോ അദ്ദേഹത്തിന് വിചാരം ഇയാൾക്ക് ഒന്നുകിൽ മാനസിക രോഗമായിരിക്കാം അല്ലെങ്കിൽ അയാൾ വിഡ്ഢിയായിരിക്കുമെന്ന് ഈ വിഡ്ഢി ചിന്തിക്കുന്നു. അതാണ് പ്രശ്നം. അപ്പോൾ അങ്ങനെയുള്ള ഒരു അജ്ഞാനിയോട് ആത്മാവിനെക്കുറിച്ചും പരമാത്മാവിനെക്കുറിച്ചും കർമ്മത്തെക്കുറിച്ചും കർമ്മഫലത്തെക്കുറിച്ചും ഒന്നും പറഞ്ഞാൽ എന്തായിരിക്കും? അവരത് പുച്ഛിച്ച് തള്ളുകയുള്ളൂ, അല്ലേ? ചിലരൊന്ന് ചിരിക്കും. നമ്മൾ ആരോടൊന്നും പറഞ്ഞു നോക്കിയേ, സാധാരണ ഒരാളോടൊന്ന് പറഞ്ഞു നോക്കിയാട്ട് ഇതൊന്നും കാര്യമില്ല, നമ്മൾ ആത്മാവല്ലേ, പരമാത്മാവ് ഉള്ളിലുണ്ടെന്ന് പറഞ്ഞാൽ അവരൊന്ന് പുച്ഛിച്ച് തള്ളും. എത്രയോ പേരങ്ങനെ ചെയ്യുന്നു, ഒന്ന് ചിരിച്ചു തള്ളും. ഇത്
ഇങ്ങനെ ഉണ്ടാവും, പിന്നീട് അങ്ങ് മാറിക്കോളും, ചില സമയത്തുണ്ടാവുന്ന ഒരു കുഴപ്പമാണെന്ന് അവർ ചിന്തിച്ചോളും, അങ്ങനെ മാറും. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് അത്തരത്തിലുള്ളവരോട് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കാനൊന്നും ശ്രമിക്കേണ്ടതില്ല എന്ന് പറയുന്നത്. കാരണം അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല, അവരെ നമ്മളെ പരിഹസിക്കത്തതേ ഉള്ളൂ, നമ്മുടെ സമയം കളയത്തതേ ഉള്ളൂ. നമ്മുടെ ഈ ചിലവർ താല്പര്യമുള്ളവർ ഏതെങ്കിലും ഒരു സൗഹൃദമോ ബന്ധുത്വമോ ഒക്കെ ഉണ്ടവരാണെങ്കിൽ അതിന് പോലും മാറ്റങ്ങൾ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ആ വിഷയത്തിലേക്ക് പോവാതിരിക്കണം. ഇനി അപ്പോൾ അവരല്ലെങ്കിൽ ജീവിതത്തെ ജീവിച്ച് അവരല്ലെങ്കിൽ അനുഭവിച്ച് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ചില കാര്യങ്ങളെല്ലാം അനുഭവിച്ച് മനസ്സിലാക്കുമ്പോൾ മാത്രമേ ബോധ്യപ്പെടുകയുള്ളൂ. അല്ലാതെ പറഞ്ഞെന്നും പറഞ്ഞൊന്നും ചിലപ്പം മിക്കവാറും ആർക്കും മനസ്സിലാവില്ല. ചില കൊച്ചു കുട്ടികളൊക്കെ ഇല്ലേ, അവർ ഭയങ്കര കുസൃതിയായിരിക്കും. എന്തെങ്കിലും കാണിച്ചു കഴിയുമ്പോൾ അതുപോലൊരു അനുഭവം എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്, എങ്കിൽ തന്നെ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. അവർക്കത് അനുഭവത്തിൽ വരുമ്പോഴാണ് അത് മനസ്സിലാവുന്നത്. അതായത് ഒരു 3-4 വർഷം മുമ്പ് ഞാൻ നമ്മുടെ ഒരു പ്രഭുവിൻ്റെ വീട്ടിൽ ദാമോദരയ്ക്ക് പോയിരുന്നു. അപ്പം ഒരു ചെറിയ സൂപ്പർ സ്റ്റാർ ഉണ്ടെന്ന് അവിടെ, ഒരു 1.5 വയസ്സേ ഉള്ളൂ. അപ്പം ഒരേ കുസൃതിയാണ്. അപ്പം നമ്മളവിടെ ചെന്ന് പിന്നെ ഇതുപോലെ ടീപ്പോയുടെ ഭഗവാനെയൊക്കെ വെച്ച് ഫ്രൂട്ട്സൊക്കെ വെച്ചു നമ്മളങ്ങോട്ട് ഇരുന്ന്. അപ്പോൾ ഇവൻ ഭയങ്കര ബിരിയാണി. അവൻ വന്നിട്ട് ഒന്ന് നോക്കിയിട്ട് എന്നെയൊന്ന് നോക്കിയിട്ട് ഈ ഫ്രൂട്ട്സ് ആദ്യം പറക്കി എൻ്റെ ബാഗിൽ കൊണ്ടിട്ട് നല്ല കാര്യം അവന് ദൈവത്തിൻ്റെ അവന് മനസ്സിലായി കാണി എന്തായാലും ഇതിന് കുറച്ച് ഇദ്ദേഹം അടിച്ചുകൊണ്ട് പോകുവാണ്. അതുകൊണ്ട് മൊത്തം പറക്കിയിട്ടേക്കാന്ന് വെച്ചാൽ മൊത്തം പറക്കിയിട്ട് പിന്നെ ഓരോന്നും ഇങ്ങനെ പറക്കി അതൊക്കെ ഇടുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. ഇവനിങ്ങനെ ഓരോന്നൊക്കെ കാണിക്കുക, പിടിച്ചിട്ടൊന്നും നിൽക്കുന്നുമില്ല. ലാസ്റ്റ് അവൻ ഈ നമ്മൾ അഗർബത്തി ചന്ദനത്തിരി അവിടെ വെച്ചിരുന്നു, ആഡ് ചെയ്തിട്ടെ ഇതെടുത്ത്. അപ്പം ഞാൻ അവൻ്റെ അച്ഛനോട് പറഞ്ഞു, പ്രഭു അതൊന്നും മേടിച്ച് വെച്ചത് കുഴപ്പമില്ല, ഇപ്പം തന്നെ നിർത്തിക്കോളൂ, അതാ വെച്ചാൽ എവിടെയെങ്കിലും ഒന്ന് പൊള്ളാൻ പോകാൻ നിർത്തിക്കോളും. കറക്റ്റായിട്ട് അവൻ എടുത്ത് ഇവിടെ കണ്ടൊന്ന് കുതിയോ എന്ന് പറഞ്ഞ് കളഞ്ഞിട്ട് അവനൊരു പോക്കും പോയി. ആളെ നിങ്ങൾ അറിയിപ്പോൾ ഇതിനെ കൂടെ കിടന്ന് തരേണ്ടതാണ്. ആളെ മനസ്സിലായി കാണുമല്ലേ, എപ്പോഴും ഇതിലെ കൂടെ മിനി മറിഞ്ഞോണ്ടേ ഇരിക്കും അവൻ്റെ കുഞ്ഞുനാളിൽ. അപ്പോൾ അത് കിട്ടിയപ്പോഴാണ് ജീവിതത്തിൽ അവൻ്റെ അത് നമ്മുടെ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി ഞാൻ പറഞ്ഞതല്ല, ചിലർക്ക് അനുഭവം വരുമ്പോൾ അത് മനസ്സിലാവും. അല്ലാതെ അവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കൊച്ചു കുഞ്ഞെന്ന് പറഞ്ഞാൽ ആ സമയത്ത് അത്രയേ അറിയത്തുള്ളൂ. ഇനി മുതിർന്നാൽ തന്നെ ഈ ഒരു ആ ശരീരത്തിൽ മാത്രം വിശ്വസിച്ച് ജീവിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ ഭൗതികതയിൽ മാത്രം വിശ്വസിച്ച് ജീവിക്കുന്ന, ഭൗതികമായ ജീവിതത്തിലെ വിജയപരാജയങ്ങളിൽ മാത്രം ശ്രദ്ധ വെച്ച് ജീവിക്കുന്ന ഒരാളോട് നമ്മളിതിനെക്കുറിച്ച് പറഞ്ഞ സമയം കളഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇല്ലെങ്കിൽ ഇനി എപ്പോഴെങ്കിലും ജീവിച്ച് അവർക്കൊരു മടുപ്പ് വരണം, എപ്പോഴെങ്കിലും ഏതെങ്കിലും. ആ സമയത്താണെങ്കിൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ, അല്ലാതെ ഒരിക്കലും അവർക്ക് മനസ്സിലാവുകയില്ല. കാരണം അവർ പ്രകൃതിയുടെ മായാശക്തിയിൽ അകപ്പെട്ട് അതിൻ്റെ ആ ഒരു സ്വാധീനത്തിൽ, മായാശക്തിയുടെ സ്വാധീനത്തിൽ താനെന്ന ഭാവത്തോടെ, ഞാനാണിത് ചെയ്യുന്നത് എൻ്റേതാണ് എന്ന മനോഭാവത്തോടെ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ജീവിക്കുന്ന ഒരാളോട് ആത്മസാക്ഷാത്കാരം ലഭിച്ച ഒരു യോഗി, അല്ലെ ആത്മസാക്ഷാത്കാരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബുദ്ധിമാൻ കർമ്മത്തെയും കുറിച്ചോ കർമ്മബന്ധങ്ങളെക്കുറിച്ചോ കർമ്മബന്ധനങ്ങളെക്കുറിച്ചോ കർമ്മഫലത്തെക്കുറിച്ചൊന്നും തന്നെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒരിക്കലും അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവില്ല. അയാൾ അത് വിശ്വസിക്കില്ല, അംഗീകരിക്കില്ല. അത് കൂടുതലായിട്ട് അവരിലേക്ക് ഒരു അവിശ്വാസം ഉണ്ടാക്കിയെടുക്കുകയുള്ളൂ. അങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്ന ആളോട് പിന്നെ എന്താണ് ചെയ്യേണ്ടത്? അയാളോട് ചെയ്യേണ്ടതെന്ന് ആ അജ്ഞാനി ഏത് അവസ്ഥയിലാണെന്ന് മനസ്സിലാക്കി, അയാൾ ഏത് തലത്തിലുള്ള ആളാണെന്നൊന്ന് മനസ്സിലാക്കുക, എന്നിട്ട് അയാളിലേക്ക് ചെല്ലുക. അതായത് ചിലർ ഭൗതികതയിലൊക്കെ തന്നെ ഉൾക്കൊണ്ടിരിക്കുകയാണ് എങ്കിലും അവർക്കൊരു വിശ്വാസം ഉണ്ടാകും. അതായത് കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി അവർ ഈശ്വരനെ സമീപിക്കുന്നവരാകും. അതൊരു നല്ല തുടക്കമാണ്. കാരണം ഭഗവാനെ സമീപിച്ചാൽ ബലം കിട്ടും, കാര്യസാധ്യങ്ങൾ നടക്കും എന്ന് പറയുമ്പോൾ തന്നെ ഭഗവാനിലേക്ക് ഒരു വിശ്വാസം വന്നിരിക്കുകയാണ്. ഇത്തരക്കാരിലേക്ക് നമ്മൾ ഈ ജ്ഞാനം കൊടുക്കാം. കാര്യം അവർക്ക് ആ പ്രാർത്ഥന, അവർക്ക് പ്രാർത്ഥനകളുണ്ട്, ആവശ്യങ്ങളാണ് സാധിക്കേണ്ടത്. പലർക്കും എന്തെല്ലാം രീതിയിലുള്ള പ്രാർത്ഥനകൾ കാണും അല്ലേ? പല രീതിയിൽ ഓരോരുത്തർക്ക് ഓരോ രീതിയിലുള്ള പ്രാർത്ഥനകളായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇപ്പൊ പ്രാർത്ഥനയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ തന്നെ ചിലപ്പോൾ കൺഫ്യൂഷനായി പോയി എങ്ങനെ കൊടുക്കണമെന്ന്. അതായത് ഒരു വീടിന് അപ്പുറത്ത് ഒരു വീട്ടില് ഒരാള് കൃഷിക്ക് വിത്ത് വിതച്ചിരിക്കുകയാണെന്ന് വെച്ചോളൂ. നല്ല അതായത് വെയിലുള്ള സമയം തന്നെയാണ്. അയാൾ എന്തായിരിക്കും ആഗ്രഹിക്കുന്നത്? നല്ലൊരു മഴ പെയ്യണമെന്ന് ആഗ്രഹിക്കത്തില്ല സ്വാഭാവികമായിട്ടും. അതിൻ്റെ ഒരു മതിലിൻ്റെ അപ്പുറത്തൊരു വീട്
വീട് അയാൾ കാത്തിരുന്ന് വീട് പണിയാൻ അതിൻ്റെ കോൺക്രീറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അയാൾ എന്തായിരിക്കും ആഗ്രഹിക്കും പ്രാർത്ഥിക്കുന്നത്? ഒരു മഴ പെയ്യല്ലേ എന്ന് പ്രാർത്ഥിക്കും. ഭഗവാൻ ഏതായിരിക്കും ചെയ്യേണ്ടത്? ഏതാണോ യുക്തം അത് ഭഗവാനും ചെയ്തു കൊടുക്കും. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ പ്രാർത്ഥനയുണ്ട്. എൻ്റെ ജീവിതത്തിൽ അടിയൊരു മനോഹരമായ ഒരു പ്രാർത്ഥന ഒരാൾ അടുത്തിരുന്ന് പ്രാർത്ഥിക്കുന്നത് കേട്ടു. പണ്ട് ആദ്യമായിട്ട് ഗൾഫിലോട്ട്, സൗദി അറേബ്യയിലോട്ട് ആദ്യമായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഈ ഫ്ലൈറ്റിൽ നമ്മൾ ആദ്യമായിട്ട് കയറുകയാണ്. ഇന്നത്തെ അത്രയും ഈ മീഡിയയോ കാര്യങ്ങളോ ഒന്നും ഉള്ള കാലമുള്ള നമ്മൾ ആദ്യമായി ആകെയുള്ള അറിവ് ഈ സിനിമയിൽ വല്ലപ്പോഴും കാണുന്ന ഒരു ഫ്ലൈറ്റ് മാത്രമേ ഉള്ളൂ. ഇത്രമാത്രം ഒന്നും കണ്ടുള്ള പരിചയങ്ങളില്ല. അപ്പം പോരാതെ നമ്മൾ ഗൾഫിലോട്ടൊക്കെ പോവുകയാണ്. ഒരുപാട് പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ച് ഈ പറഞ്ഞ ഒരുപാട് നേർച്ചകളൊക്കെ പറഞ്ഞ് നമ്മൾ ഗൾഫിലോട്ട് പോവാണ്. അപ്പോൾ നമ്മളകത്ത് കയറിയിരുന്ന് 2 ചെറുപ്പക്കാരപ്പുറത്ത് ഇരിപ്പുണ്ട്. അപ്പോൾ അതിൽ ഒരാൾക്ക് നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളാണ്, പോയി വന്നുകൊണ്ടിരിക്കുന്ന ആളാണ്. ഒരാൾ പുതിയ ആണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. കാര്യം മറ്റവന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ ഫുഡൊക്കെ കൊണ്ടുവച്ചപ്പോൾ ഒരു കാരണം അവൻ്റെ മേലിൽ വെച്ചേക്കോ, കാര്യം അവൻ എന്തോ ചെയ്യുന്നതെന്ന് കാണാനായിട്ട്. ഇത് കാണാൻ പൊട്ടിച്ച് ചായക്കകത്ത് വേണേൽ നമ്മൾ ഇപ്പോൾ എടുത്തിടുമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇയാൾ ചെയ്യുന്നത് കണ്ടാൽ നമ്മൾ ഓരോന്ന് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരുന്നപ്പം അയാൾ പോയി വന്നുകൊണ്ടിരിക്കുന്ന ആളാണ്. അയാൾ വിശ്വസിക്കുന്ന ആ ദൈവത്തെ വിളിച്ച് അയാൾ ആത്മാർത്ഥമായ ഒരു പ്രാർത്ഥനയും പ്രാർത്ഥിച്ചു. ദൈവമേ, അയാളുടെ ദൈവത്തോട് പറയുന്നത് ഈ ഫ്ലൈറ്റ് പൊട്ടിത്തെറിച്ച് കടലിലും വീണിരുന്നില്ലെന്ന്. എത്ര മനോഹരമായ പ്രാർത്ഥന എന്ന് ആലോചിച്ച് നോക്ക്. കാര്യം പോയി വന്ന് ലീവും കഴിഞ്ഞ് അയാൾക്കുള്ള ആകപ്പാട് അയക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇതാണ് പ്രശ്നം. കാര്യം ഇനിയും പോയെന്ന് അയാൾക്ക് അത്രമാത്രം ബുദ്ധിമുട്ടുകൾ കാണുമായിരിക്കാം. ആർക്കായി ലീവിന് പോയിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ സന്തോഷത്തോടെ ഇരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അയാൾ പ്രാർത്ഥിച്ചത് ഞാൻ എൻ്റെ അടുത്തിരുന്നുകൊണ്ട് തന്നെ പറയാം, ഇതൊന്ന് പൊട്ടിത്തെറിച്ചങ്ങ് കടലിൽ വീണിരുന്നിട്ടില്ലെന്ന്. ഞാനങ്ങ് ഞെട്ടിപ്പോയി. ദൈവമേ, നമ്മൾ വലിയ 2 ലക്ഷ്യമായിട്ടാണ് വന്നേക്കുന്നത്. ഒന്നൊരു വലിയ പണക്കാരനാവണം, ഗൾഫിൽ വന്നിട്ട് വലിയൊരു പണക്കാരനായിട്ട് എന്നിട്ട് വേണം കല്യാണം കഴിച്ച് സെറ്റ് ആവാനെന്ന്. പിന്നെ ഒന്ന് ഭഗവാൻ പെട്ടെന്ന് കൺഫേം ആക്കി തന്ന അടുത്ത RSC കിടക്കുന്നതേ ഉള്ളൂ നമ്മുടെ കാര്യത്തിൽ. അപ്പം നമ്മൾ ഈ 2 പ്രദേശത്തോടെ ഇരിക്കുവാണ്. ഇപ്പം വലിയ പണക്കാരനാണ് ഇവിടെ വന്നാൽ കഴിഞ്ഞാൽ ഉടനെ വലിയ പണക്കാരനാവാൻ ഞാൻ പിന്നെ ചെന്ന് കല്യാണം കഴിച്ച് സെറ്റ് ആവാം എന്നൊക്കെ വിചാരിക്കുന്ന ആളോട് പറയുന്നത് പൊട്ടിത്തെറിച്ച് കടലിലോട്ട് വീഴുന്നതെന്ന്. മനോഹരമായ ഒരു പ്രാർത്ഥന. ഇങ്ങനത്തെ ഒരു പ്രാർത്ഥന ഞാൻ ആദ്യമായിട്ട് കേട്ടി. ഇതും ഒരു പ്രാർത്ഥന തന്നെയല്ലേ? അപ്പോൾ ഈ പ്രാർത്ഥന എന്ന് പറയുമ്പോഴും ഭഗവാൻ ഏത് സാധിച്ചു കൊടുക്കും. അപ്പൊ ഏതാണോ ഹിതമായത് അത് ഭഗവാൻ നടത്തി കൊടുക്കും. പക്ഷെ ഈ പ്രാർത്ഥനക്കാരുടെ കാര്യമല്ല ഉദ്ദേശിച്ചത്. അല്ലാതെ ഈശ്വരനിലേക്ക് അടുത്ത് പ്രാർത്ഥനകൾ നടക്കുന്നവരും ഈശ്വരനിലേക്ക് അടുത്തിരിക്കുന്ന അവരും ഓൾറെഡി ഭഗവാനെ വിശ്വസിച്ച് അടുത്തുകൊണ്ടിരിക്കുന്നവരാണ്. അവരിലേക്ക് നമ്മൾ ഈ ജ്ഞാനത്തെ കൊടുത്താൽ അവർ സ്വീകരിക്കും. അല്ലാതെ ഒരിക്കലും ശാരീരിക ബോധത്തിൽ മാത്രം ജീവിച്ചിന്, അല്ലെങ്കിൽ ഇവിടെ പറയുന്നുണ്ട് ഈ വ്യക്തിബന്ധങ്ങളിലും ശാരീരിക ബന്ധങ്ങളിലും മാത്രം, അതിലൂടെയുള്ള ബന്ധങ്ങളെ മാത്രം വിശ്വസിച്ചിരിക്കുന്നവരോട് ഒരിക്കലും ആത്മസാക്ഷാത്കാരത്തിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യവും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ആ അല്പമെങ്കിലും വിശ്വാസമുള്ളവരിലോട്ട് മാത്രം ഇതങ്ങോട്ട് കൊടുക്കുക. അപ്പം അങ്ങനെ ഉള്ളവർക്ക്, ഈ ഭഗവാനിലൊക്കെ അടുത്തുകൊണ്ടിരിക്കുന്നവർക്ക് സ്വാഭാവികമായിട്ടും കുറെ കഴിയുമ്പോൾ ആ ഭഗവാനിലോടുള്ള അടുപ്പം കൊണ്ട് സ്വാഭാവികമായിട്ടും കുറെ കഴിയുമ്പോൾ തോന്നും ഇനി ഈ നേടിയതൊന്നും കാര്യമില്ല, ഇതുകൊണ്ടൊന്നും, അതായത് ഈ നേടുന്നത് കൊണ്ടൊന്നും ഒരാളും സംതൃപ്തനാവുന്നില്ല. കണ്ടിട്ടുണ്ടോ ആരെയും? എല്ലാം നേടി സംതൃപ്തനായിട്ടിരിക്കുന്ന ആരെയും കണ്ടിട്ടുണ്ടോ? അപ്പോൾ അവരിൽ ഒരു ബോധം എപ്പോഴെങ്കിലും ഉണ്ടാകും, ഇതുകൊണ്ടൊന്നും കാര്യമില്ല, നേടി എടുക്കുന്നതൊന്നും കാര്യമില്ല എന്ന് ഒരു ബോധം അവരിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. അവർ പിന്നീട് ക്രമേണ ആ ഭഗവാനിലേക്ക് സമർപ്പിതമാവുകയാണ് ചെയ്യുന്നത്. അതുവരെയും സ്വാഭാവികമായിട്ടും അവർ ആഗ്രഹങ്ങളുടെ പുറകെ ആയിരിക്കാം. അപ്പോൾ ഇത്തരമുള്ള ആഗ്രഹങ്ങളുടെ പുറകിലോട്ട് വരുമ്പോൾ അവർക്ക് ആ ഒരു മനസ്സിലാവുന്ന രീതിയിൽ അവർക്ക് ആ ജ്ഞാനത്തെ കൊടുത്തെങ്കിൽ മാത്രമേ അവർ ഉൾക്കൊള്ളത്തുള്ളൂ. അല്ലെങ്കിൽ എല്ലാവരും അവനവന്റെ ഇഷ്ടത്തിനനുസരിച്ച്, ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, നമ്മൾ ഭഗവാനിൽ സമർപ്പിച്ച് ചെയ്യണം ഓരോ കാര്യം. നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്തിനാണ് ഈ ഭഗവാനിൽ സമർപ്പിച്ച് ചെയ്യണം എന്ന് പറയുന്നത്. ആ പ്രവൃത്തിയിൽ ഒരിക്കലും കളങ്കം ഉണ്ടാവാതിരിക്കാനാണ് ഭഗവാനിൽ സമർപ്പിച്ച് ചെയ്യണമെന്ന് തന്നെ പറയുന്നത്. ആ ഭഗവാനിൽ സമർപ്പിച്ച് ചെയ്യും തോറും ആ കളങ്കം ഇല്ലാതാവും. അത്തരം പ്രവൃത്തികളിലൂടെ ആ ആള് തീർച്ചയായും ആത്മസാക്ഷാത്കാരത്തിൽ എത്തിക്കൊണ്ടേയിരിക്കും. അപ്പം ഈശ്വര ചിന്തകളെയും ഈശ്വര അനുഗ്രഹത്തെയും ദൈവീയമായ എന്തിനേയും പുച്ഛിച്ചു തള്ളി ചിലരുണ്ട്, അല്ലെ? ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട് അങ്ങനെ. അവർക്ക് പുച്ഛിച്ചു തള്ളേണ്ട ഒന്ന് മാത്രമേ ഉള്ളൂ. ഈശ്വരീയമായതിനെയും ദൈവീയമായ ചിന്തകളെയും അതിനെയെല്ലാം പുച്ഛിച്ചു തള്ളി. അവർ പുച്ഛിച്ചു തള്ളുക മാത്രമല്ല ചെയ്യുന്നത്, മറ്റുള്ളവരിലേക്കും ഈ വിഷത്തെ ഇഞ്ചക്ട് ചെയ്യും.
ഈ മറ്റുള്ളവരെയും ഇഞ്ചക്ട് ചെയ്ത് അവരെയും അങ്ങനെയാക്കാൻ ശ്രമിക്കും. എന്നിട്ട് ഇവര് അവസാനം വരുമ്പം അവസാനം അങ്ങ് വൃദ്ധനായ വാർദ്ധക്യത്തിലെത്തി ഒരു പരുവായി കഴിഞ്ഞിട്ട് അവർ പതുക്കെ ഭഗവാനിലേക്ക് നിന്ന് കൈകൂപ്പുന്നത് കാണും. കണ്ടിട്ടുണ്ടോ അങ്ങനെ? വൃദ്ധനൊക്കെ ആവും. അവസാനം അതിനാലകം ഇയാൾ ഇത് ചെയ്തുകൊണ്ടിരിക്കും. അവസാനം പോയിട്ട് എന്താ കാര്യം? ഇയാളുടെ ഈ ഒരു ജീവിതം കൊണ്ട് നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് ആൾക്കാരിലേക്ക് ഈ വിഷത്തെ ഇഞ്ചക്ട് ചെയ്ത് കൊടുത്ത് അവരുടെ ചിന്തകളെയെല്ലാം വിഷമയമാക്കിയിട്ടാണ് ഇയാൾ അവസാനം പോയിട്ട് ഇയാൾ മനസ്സിലാക്കിയിട്ട് ചില കഥാകൃത്തുക്കളുണ്ട് അങ്ങനെ. നമ്മൾ പേരെടുത്ത് പറയുന്നില്ലെന്നേ ഉള്ളൂ. പണ്ടൊക്കെ ഓരോ എങ്ങനെ ഐശ്വര്യമായതിനെ എല്ലാം ഏതെല്ലാം രീതിയിൽ വളരെ മോശമായി ചിത്രീകരിച്ചിട്ട് അതാണ് സത്യമെന്ന രീതിയിൽ ചിത്രീകരിച്ച് മറ്റുള്ളവരിലേക്ക് ആ ജ്ഞാനത്തെ കൊടുത്തിട്ട് ഒരു കാലത്തൊക്കെ നമുക്ക് അങ്ങനെ തോന്നിയത് ഇതാണ് ഒരു സത്യം. എന്നിട്ട് ഇയാൾ ചാവാറായപ്പോ എന്ത് ചെയ്തു? പോയി ഭഗവാന്റെ അടുക്ക സറണ്ടറായി. പിന്നെ ഇയാൾക്ക് 3 ദിവസം കൂടെ ഉള്ളു കാര്യം. അപ്പൊ ഇയാൾ സറണ്ടറായി, ഇയാൾ പോയി, ഇയാളുടെ കാര്യം കഴിഞ്ഞു. പക്ഷെ അയാളുടെ ജീവിതത്തിൽ ഏതാണ്ട് 50 വർഷമോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഈ വിഷം ഇഞ്ചക്ട് ചെയ്യുകയായിരുന്നു പരിപാടി. ഇതൊരു കുഴപ്പമാണ് സമൂഹത്തിൻ്റെത്. അപ്പോൾ ഇത്തരക്കാരിലെ ഈ വിഷം കിട്ടിയവരിലോട്ട് നമ്മൾ ചെന്നിട്ട് പിന്നെ ഈ ആത്മസാക്ഷാത്കാരത്തിനെ കുറിച്ച് പറഞ്ഞിട്ട് പ്രയോജനമില്ല. അവരും ഇനി ജീവിച്ച് മനസ്സിലാക്കണം. അവരും ജീവിച്ച് എപ്പോഴെങ്കിലും മനസ്സിലാവും ഇനി ചെയ്തതെല്ലാം വെറുതെ ആയിരുന്നു. അവസാനം ഭഗവാനിലേക്ക് പോകും. പക്ഷെ അപ്പോഴും അതുകൊണ്ടും ഈ പറയുന്ന പ്രയോജനം ഉണ്ടാവുന്നുണ്ടോ? അതും ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ ഭഗവാൻ പറഞ്ഞു വരുന്നത് ആത്മസാക്ഷാത്കാരത്തെ ഒട്ടും വിശ്വാസമില്ലാത്ത വിഡ്ഢിയായ ഒരാൾക്ക് ഒരു യോഗി അതിനെക്കുറിച്ചൊന്നും പറയേണ്ടതില്ല എന്നാണ് പറയുന്നത്. അതായത് അപ്പോൾ നമ്മൾ ഇനി മനസ്സിലാക്കേണ്ടത് നമ്മൾ ഏത് അവസ്ഥയിലാണ്. എന്തായാലും വിഡ്ഢിയായ അവസ്ഥയില്ല. വിഡ്ഢിയായിരുന്നെങ്കിൽ നമ്മളിവിടെ വന്നിരിക്കില്ലല്ലോ. അപ്പോൾ നമ്മൾ വിഡ്ഢിയായ അവസ്ഥയിലല്ല, മറിച്ച് നമ്മൾ ആത്മസാക്ഷാത്കാരത്തിന് ആഗ്രഹിക്കുന്ന ഒരവസ്ഥയിലാണ്. അപ്പോൾ നമ്മൾ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ആത്മസാക്ഷാത്കാരത്തിനാണെങ്കിൽ നമ്മൾ കർമ്മം ചെയ്യാൻ നമ്മൾ അധികാരപ്പെട്ടവരാണ്. അപ്പോൾ ഈ കർമ്മം ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണ് കർമ്മം ചെയ്യേണ്ടത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഭഗവാന് സമർപ്പിച്ച് കർമ്മം ചെയ്യണമെന്ന്. ഭഗവാന് സമർപ്പിച്ച് കർമ്മം ചെയ്യുമ്പോൾ ആ കർമ്മത്തിൽ തീർച്ചയായിട്ടും നമ്മൾ പവിത്രത വരുത്താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും, അല്ലേ? പവിത്രത വരുത്താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഒരാൾ പറഞ്ഞത് തന്നെ, ഉദാഹരണം പറഞ്ഞത്, ഇപ്പോൾ ഒരു കമ്പനി എന്റേതാണെന്ന് വിചാരിച്ച് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ലാഭത്തിന് വേണ്ടി അയാൾ തീർച്ചയായും ചിലപ്പോൾ കള്ളക്കാര് ചെയ്തെന്നിരിക്കാം, അല്ലേ? എന്തെങ്കിലും കൃത്രിമങ്ങളൊക്കെ ചെയ്തെന്നിരിക്കാം. ഇപ്പൊ ഏതെങ്കിലും ഒരു സാധനം ഉത്പാദിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതിനകത്ത് മായം ചേർന്നിരിക്കാം. എന്താണ് ഇത് എന്റേതാണെന്നുള്ളൊരു ബോധത്തിൽ മാത്രം പോയി കഴിയും. അവിടുത്തെ ഒരു തൊഴിലാളിക്ക് അത് ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ടോ? അയാൾക്ക് അതൊന്നുമില്ല. അയാൾക്ക് ശമ്പളം കിട്ടിയാൽ മതി. ഇത് വിജയിച്ചാലും ഒന്നുമില്ല. കാര്യം എന്താണ്? അയാളുടേതല്ലത്. തൻ്റേതെന്ന ഒരു ബോധം നിൽക്കുമ്പോഴാണ് ഇത്തരം പ്രവൃത്തികളും ആ പവിത്രത ഇല്ലാതെ പോകുന്നത്. മറിച്ച് ഭഗവാനിൽ സമർപ്പിച്ച് ചെയ്യുമ്പോൾ തീർച്ചയായും ആ പ്രവൃത്തിയിൽ നമ്മളൊരു പവിത്രത തീർച്ചയായും കൊണ്ടുവരും. അതായത് ഒരു 4-5 വർഷം മുമ്പ് നമ്മുടെ കൃപാസന പ്രഭു ഒരു ഉദാഹരണം പറഞ്ഞു. നമ്മളൊക്കെ ചെയ്യുന്ന ഒരു കാര്യത്തിൽ, അപ്പം നമ്മൾ അന്ന് പ്രഭു പറഞ്ഞ ഫുഡിനകത്തൊന്നും നമ്മൾ, അതായത് നമ്മൾ ഭഗവാനെ നിവേദിക്കുന്ന, നമ്മൾ ഭഗവാന്റെ നിവേദ്യമാണല്ലോ കഴിക്കുന്നത്. അപ്പോൾ ആ ഭഗവാന് നിവേദിക്കുന്ന ആ ഭോഗയിലൊന്നും അതായത് ഈ ആർട്ടിഫിഷ്യൽ കളറുകളൊന്നും ചേർക്കരുത്. അത് വിഷമാണല്ലോ സ്വാഭാവികമായിട്ട്. ഈ കളറുകളൊന്നും ചേർക്കരുത് എന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു. കാര്യം നമ്മൾ സ്വാഭാവികമായിട്ടും കുറ്റം പറയുന്നതല്ല, സ്വാഭാവികമായിട്ടും ചില കാര്യങ്ങൾക്ക് ഇപ്പോൾ കേക്കൊക്കെ ഉണ്ടാകുന്നതിൻ്റെ നല്ല രീതിയിൽ കളറൊക്കെ ചേർക്കും ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പിന്നെ കൃപാസർപ്രഭു പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? ഇത് നമ്മൾ കഴിക്കാനല്ലല്ലോ, ഭഗവാന് കൊണ്ട് കൊടുക്കാനല്ലേ വെക്കുന്നത്. അപ്പോൾ ഈ ഭഗവാന് നമ്മൾ അറിഞ്ഞുകൊണ്ട് വിഷം കൊണ്ട് കൊടുക്കുന്നത് ശരിയാണോ? ഭഗവാൻ അറിഞ്ഞുകൊണ്ട് വിഷം കൊടുത്ത ഒരേ ഒരാളെ ഉള്ളൂ. ആരായിരുന്നത്? പൂതന. അപ്പൊ നമ്മൾ ഭക്തി ചെയ്തുകൊണ്ട് പൂതനയും കൂടെ ആവണോ എന്ന് ചോദിച്ചു. ശരിയായ കാര്യമല്ലേ? അപ്പോൾ ഭഗവാന് കൊടുക്കുക ആകുമ്പോൾ അത് തീർച്ചയായിട്ടും ഒരു പവിത്രത, ഒരു സത്യസന്ധത ഉണ്ടാവണം. അപ്പോൾ അതിനാണ് നമ്മളോട് പറയുന്നത് പ്രവൃത്തികളെല്ലാം ഭഗവാനിൽ സമർപ്പിച്ച് ചെയ്യുക എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് ഭഗവാനിൽ സമർപ്പിച്ച് ചെയ്യുമ്പോഴാണ് പ്രവൃത്തികൾ എപ്പോഴും പവിത്രത ഉണ്ടാകുന്നതും ഈ ആത്മസാക്ഷാത്കാരത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കഴിയുന്നത്. അപ്പൊ നമുക്ക് ഇതിന് എന്താണ് ഒരു മാർഗം എന്ന് പറഞ്ഞാല്, എപ്പോഴും നമ്മുടെ ഈ പ്രവൃത്തികൾ നമ്മളങ്ങ് ഒരു സുപ്രഭാതത്തിൽ നമ്മളങ്ങ് പവിത്രീകരിക്കപ്പെടുന്നതൊന്നുമില്ല.
നമ്മുടെ എല്ലാ കർമ്മങ്ങളും ഒന്ന് പവിത്രീകരിച്ച് പോട്ടോ, അല്ലെങ്കിൽ നമ്മളിലേക്ക് ആ ഭക്തിയെ വളർത്തി വളർത്തി മറ്റുള്ളവർക്കും മാതൃകയാവുന്ന രീതിയിലോട്ട് സുപ്രഭാതത്തിൽ തനിയെ വിരിഞ്ഞു വരുന്ന ഒരു കാര്യമല്ല. അതിന് എന്താണ് വേണ്ടത്? ഒരു ഗുരുവിൻ്റെ കൃപയാലെ നമ്മൾ ആ ഒരു ശരണാഗതി എന്ന് പറയുന്ന ഒരു ഭാഗം, ആ ഭഗവാനിലേക്ക് ആ ശരണാഗതി കൊടുക്കണം. ഒന്നും എൻ്റെ കഴിവല്ല, ഇനി എല്ലാം ഭഗവാന്റെ കഴിവാണ് എന്ന് പറഞ്ഞ ഒരു ശരണാഗതിയുടെ ഒരു ഭാവമുണ്ട്. നമ്മളെപ്പോഴും പഠിക്കാറുള്ള ഒരു കാര്യമാണ് അല്ലേ ശരണാഗതി എന്ന്. അപ്പോൾ നമ്മളെപ്പോഴും അതിന് ഉദാഹരണം പറയുന്ന ഒന്നാണ് ദ്രൗപദിയുടെ ശരണാഗതിയെക്കുറിച്ച്. അപ്പൊ നമ്മൾ എപ്പോഴും പറയുന്നു ദ്രൗപദിയുടെ ശരണാഗതി ഭഗവാൻ. നമ്മളെല്ലാം അത് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. എപ്പോഴാണ് ദ്രൗപദി ഏറ്റവും കൂടുതൽ ഭഗവാനിലേക്ക് ശരണാഗതി പ്രാപിച്ചത്? വസ്ത്രാക്ഷേപ സമയത്തല്ലേ? നമുക്ക് എപ്പോഴെങ്കിലും ആ ദ്രൗപദി അനുഭവിച്ച ആ സമയത്തുണ്ടായിരുന്ന ആ മാനസിക സംഘർഷം എപ്പോഴെങ്കിലും നമുക്ക് തോന്നിയിട്ടുണ്ടോ? നമുക്കത് മനസ്സിലായിട്ടില്ല. കാരണം ക്ലൈമാക്സ് നമുക്കറിയാം. ഓൾറെഡി നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു ഭഗവാൻ വരുന്നു, രക്ഷിക്കും, ഭഗവാൻ രക്ഷിക്കുന്നു എന്ന് നമുക്കറിയാം അല്ലേ? പക്ഷെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ, അതുവരെയും ദ്രൗപദി അനുഭവിച്ച ആ മാനസിക സംഘർഷം എത്രത്തോളം വലുതായിരിക്കും എന്നുള്ളത്. അതായത് ഒരു സ്ത്രീയാണ്, ആ സ്ത്രീക്ക് അഭിമാനമാണ്, എല്ലാവർക്കും അഭിമാനം വലുതാണ്, എങ്കിൽ തന്നെയും സ്ത്രീകൾക്ക് അഭിമാനം ഏറ്റവും വലുതാണ്. നമുക്ക് ആർക്ക് തന്നെയായാലും നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മുടെ ഒരു വസ്ത്രം ഒന്ന് അഴിഞ്ഞു പോയാൽ എത്രമാത്രം, ഒരു പരിചയമില്ലാത്ത സ്ഥലത്ത് ആയാൽ കൂടി നമുക്ക് എത്രമാത്രം ആ ഒരു മാനസിക ബുദ്ധിമുട്ടുണ്ടാകും അല്ലേ? അഭിമാനക്ഷതം ഉണ്ടാകും. അപ്പൊ ഇത്രയും ആൾക്കാരുടെ ഇടയിൽ വെച്ച്, ആ കൊട്ടാര സദസ്സിൽ വെച്ച് ദ്രൗപദിയുടെ വസ്ത്രങ്ങൾ അഴിക്കുമ്പോൾ, ആ വസ്ത്രാക്ഷേപം നടക്കുമ്പോൾ ദ്രൗപദിക്കുണ്ടായ മാനസിക സംഘർഷം എത്രത്തോളം വലുതായിരിക്കും അത് നമ്മളതൊന്ന് ചിന്തിച്ചു നോക്കാതെ. നമ്മളെല്ലാം പറയുന്നു, പക്ഷെ ഒരിക്കലും നമ്മുടെ മനസ്സിലേക്ക് ഹർട്ട് ചെയ്തുകൊണ്ടല്ല നമ്മളാ പറയുന്നത്. നമ്മളിത് പറയുന്നു ആ സമയത്ത് ഭഗവാൻ വന്ന് രക്ഷിച്ചു. ദ്രൗപദി എത്രത്തോളം അപ്പോൾ മാനസിക സംഘർഷം അനുഭവിച്ചവരാണ്. ഇത് ചെയ്യാൻ തുടങ്ങുന്ന സമയം മുതൽ ആ ചെയ്യുമ്പോഴും ഒക്കെ എത്രത്തോളം വിഷമിച്ചിട്ടുണ്ടാവും, എത്രത്തോളം വിഷമിച്ചിട്ടുണ്ടാവും. ദ്രൗപദി ആ മാനസിക വിഷമം ഉണ്ടാവാൻ തുടങ്ങുമ്പോൾ തന്നെ ഭഗവാൻ അറിയാൻ, ഭഗവാന്റെ കണ്ണുകൾ നിറയുന്നുണ്ട്, ഭഗവാൻ അസ്വസ്ഥനായിരിക്കുകയാണ്. അപ്പോൾ രുക്മിണി ദേവി ചോദിക്കുന്നുണ്ട്, എന്താ ഭഗവാനെ എന്ത് പറ്റിയെന്ന്. അപ്പോൾ പറയുന്നുണ്ട്, ദ്രൗപദിക്ക് ഒരു അപകടം പറ്റിയിരിക്കുകയാണ്. അപ്പോൾ രുക്മിണി പറഞ്ഞു, അങ്ങനെ പോയി രക്ഷിക്കൂ, ദ്രൗപദിയെ രക്ഷിക്കൂ പോയെന്ന്. അപ്പോൾ ഭഗവാൻ പറഞ്ഞെന്താണ്? വിളിച്ചിട്ടില്ല എന്നെ ഇതുവരെ എന്ന്, എന്നെ ഇതുവരെ വിളിച്ചിട്ടില്ല എന്നും. അപ്പം ഭഗവാനെ എന്നൊന്ന് വിളിക്കുന്നുണ്ട്, അപ്പോഴും ഭഗവാൻ വന്നിട്ടില്ല. കാര്യം അപ്പോഴും രണ്ട് കൈ കൊണ്ട് വസ്ത്രത്തിൽ പിടിച്ചുകൊണ്ടാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു കൈ വിട്ടു എന്നിട്ടും വരുന്നില്ല. കാര്യം ഇപ്പോഴും ഒരു ആശ്രയം, തൻ്റെ കഴിവിൽ പിടിച്ചേക്കാണ്. ഒടുവിൽ രണ്ട് കൈയും വിട്ടിട്ട് പിന്നെ ഒന്നും കൂടെ ചെയ്തു എന്നാണ് പറയുന്നത്. ആ വസ്ത്രത്തിൽ ദ്രൗപദി കടിച്ചു പിടിച്ചുകൊണ്ടും കൂടി ഇരുന്നു എന്നാണ്. ഒടുവിൽ അതും കൂടെ വിട്ടിട്ട് ഭഗവാനിലേക്ക്, ആ ശരണാഗതി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയപ്പോഴാണ് ഭഗവാൻ നിമിഷത്തിൽ സന്തോഷവാനായിട്ടിരുന്നു. അപ്പോൾ രുക്മിണി ദേവി ചോദിച്ചു, എന്താ അവിടെ എല്ലാം ദ്രൗപദിയുടെ പിന്നെ ദുഃഖം മാറിയോ? ഞാൻ പോയി വന്നു എന്ന് പറഞ്ഞു. എപ്പോൾ പോയി വന്നു? ഞാൻ അവിടെ എത്തിപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചത്, അങ്ങ് എങ്ങനെ ഗരുഡന്റെ പുറത്ത് പോയോ? ഇല്ല, ഗരുഡന്റെ ഉപയോഗിച്ചില്ല, മറിച്ച് ഞാൻ ദ്രൗപദിയുടെ കണ്ണുനീരിലുണ്ടായിരുന്നു, പോയി വന്നു. ആ കണ്ണിൽ നിന്ന് വീണ കണ്ണുനീര്, ആ ഹൃദയാന്തർഭാഗത്തു നിന്ന് ഭഗവാൻ ആ കണ്ണുനീരിലൂടെ പുറത്തു വന്നു എന്നാണ് നമ്മുടെ ക്ഷേത്രത്തിൽ ഒരു പ്രഭു വന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നത്. അത്രമാത്രം പെട്ടെന്നാണ് ഭഗവാൻ വന്നത്. ഏതവസ്ഥയിലാണ്? രണ്ട് കൈയും വിട്ട് ആ കടിച്ചു പിടിച്ചിരുന്ന ആ കടിയും കൂടെ വിട്ട് കഴിഞ്ഞു. ആ തുണിയിലൊന്ന് കടിച്ചു പിടിച്ചിരുന്നു, അതും കൂടെ വിട്ട് കഴിഞ്ഞ് ആ ശരണാഗതിയിലേക്ക് എത്തിയപ്പോഴാണ് ഭഗവാൻ എത്തുന്നത്. അപ്പോൾ നമ്മളിൽ ഒരു ശരണാഗതിയുടെ ഒരു ഭാവം വരണം. മറ്റാർക്കും നമ്മളെ സഹായിക്കാൻ കഴിയില്ല ഈ ലോകത്ത്, ഭഗവാന് മാത്രമേ കഴിയുന്നുള്ളൂ. മറ്റെല്ലാ സഹായങ്ങളും ഭഗവാനാൽ നിയോഗിക്കപ്പെട്ട സഹായങ്ങളാണ്. അപ്പോൾ സഹായിക്കുന്നവര് ഭഗവാന്റെ ആരാണ്? ഭഗവാൻ നിയോഗിക്കപ്പെട്ടവരാണ്. പക്ഷെ എല്ലാത്തിൻ്റെയും പിന്നിലുള്ളത് ആരുടെയാണ്? ആ ഭഗവാൻ. അപ്പൊ ആ ഭഗവാനിലേക്ക് ശരണാഗതി പ്രാപിച്ചെങ്കിൽ മാത്രമേ നമുക്ക്. ഇതൊന്നും നമ്മൾ ഒരിക്കലും ഈ മന്ദബുദ്ധികളായവരോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അവർ പറയും, ഞാനൊന്നും ആചരിച്ചില്ല, ഞാൻ രാവിലെ തൊട്ട് ജോലി ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ സാമൂഹ്യ സേവനങ്ങൾ ചെയ്യുന്നു, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നു. സാമൂഹ്യ സേവനം നല്ലതാണ്, പക്ഷെ അതിലും ആ ഒരു പ്യൂരിഫിക്കേഷൻ, ആ പവിത്രത വരണമെങ്കിൽ തീർച്ചയായിട്ടും അത് ഭഗവാനിൽ സമർപ്പിച്ച് ചെയ്യുമ്പോൾ മാത്രമേ വരുന്നുള്ളൂ.
അല്ലാതെ എൻ്റെ കഴിവ് എന്ന് വിളിച്ച് മാത്രം ജീവിക്കുന്നവരോട്, അതായത് ചിലരുടെ ആ ഉള്ളിലെ എത്ര കാലം, അത് പ്രത്യേകം പറയുന്നുണ്ടല്ലോ, അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. ചിലരുണ്ട് അതൊരിക്കലും അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ ആ ഉള്ളിൽ അവർ വിശ്വസിച്ച് വെച്ചിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ചിലരുടെ പകയൊക്കെ ഉണ്ട്, നമ്മൾ കേട്ടിട്ടുണ്ടോ? പകയൊക്കെ അവർ മരിക്കുന്നത് വരെ വെച്ചുകൊണ്ട് നടക്കും, ഒരിക്കലും മാറ്റത്തില്ല. കാലങ്ങൾ എത്ര കഴിഞ്ഞാലും പകയ്ക്ക് മാറ്റം വരുന്നില്ല. ഒരാള് ഇപ്പൊ അതായത് മാനസിക മാറ്റം ഉണ്ടാവുന്നില്ല അങ്ങനെയുള്ളവർക്ക്. അങ്ങനെ മാനസിക മാറ്റം ഉണ്ടാവാത്ത ഒരാള് കുറിച്ച് ഞാൻ വായിച്ചിട്ടുണ്ട്. ഒരാൾ ഇതുപോലെ നിറയെ ഭൂസ്വത്തുള്ള ആളാണ്, നിറയെ ഭൂസ്വത്തുള്ള ആളാണ്. അപ്പം മക്കളൊക്കെ വിദേശത്തൊക്കെയാണ് ജോലിയൊക്കെ. മക്കളൊക്കെ അമേരിക്കയിലോ അങ്ങനെയൊക്കെയുള്ള വിദേശത്തുണ്ട്. ഒരു മോൻ മാത്രം നാട്ടിലുണ്ട്, ബാക്കിയുള്ളവരെല്ലാം ആ രീതി. നല്ല സമ്പത്തുണ്ട്, ഇഷ്ടം പോലെ റബ്ബർ എസ്റ്റേറ്റ് ഉണ്ട്, അങ്ങനെ തോട്ടങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. ഈ കാർന്നൂർ ഇതിൻ്റെ എല്ലാം ഒരു നല്ല ആ കാർന്നൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ധാർഷ്ട്യമായിട്ട് ഒരു അത്ര അഹങ്കാരം പിടിച്ച സ്വഭാവമുള്ള ഒരാളാണ്. ആർക്കും അങ്ങനെ ഒരു സഹായമോ കാര്യങ്ങളോ ഉള്ളതല്ല. മോൻ അങ്ങനെയല്ല, മോൻ എല്ലാവരുമായിട്ട് കുറച്ച് സഹകരണമൊക്കെ ഉള്ള ആളാണ്. അങ്ങനെ ഇദ്ദേഹത്തിന്റെ സ്ഥലത്തിന്റെ അപ്പുറത്തൊരു കോളനി ഉണ്ട്. അപ്പോൾ ഈ കോളനിയിലോട്ട് പോകാനുള്ള വഴി എന്ന് പറഞ്ഞാൽ ചുറ്റി വരണം. അതൊരു നല്ല വഴിയുമല്ല, അതായത് യഥാർത്ഥ വഴി, അതായത് സർക്കാരിന്റെ വഴി എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ വഴി ദൂരെ കൂടെ വരണം. അതിലോട്ട് വണ്ടിയൊന്നും വരാനുള്ള എളുപ്പമില്ല. അപ്പോൾ ഇദ്ദേഹത്തിന്റെ സ്ഥലത്തൂടെ ഒന്ന് ക്രോസ് ചെയ്ത് പോകാമെങ്കിൽ ഒരു 3-4 സെന്റ് സ്ഥലം ഇദ്ദേഹം വിട്ടുകൊടുത്താൽ അവർക്ക് സുഖമായിട്ട് അതുവഴി വണ്ടി കയറി ചെന്ന് അവർക്ക് പെട്ടെന്നില്ല. അങ്ങനെ അവരൊക്കെ വന്ന് എല്ലാവരും വന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിന് അതിന് വില കൊടുക്കാമെന്ന് പറഞ്ഞ് ഇദ്ദേഹം പറഞ്ഞ് ഇവിടെ വസ്തുവൊന്നും വിൽക്കാനില്ല, ഞാൻ തരത്തതുമില്ല എന്ന്. ഇദ്ദേഹം ആരും പറയാനൊന്നും കേൾക്കുന്ന ആളല്ല. അങ്ങനെ പലരും വന്ന് ചോദിച്ചു. അപ്പോൾ ഇദ്ദേഹം പള്ളിയിൽ അച്ഛനൊക്കെ വന്ന് പറഞ്ഞു അച്ഛനൊന്നും ഇതിനായിട്ട് ഇങ്ങോട്ട് വലിയ വേണ്ട, ഞാൻ തരത്തില്ല പാമ്പ. അങ്ങനെ അവരുടെ കഷ്ടപ്പാടിങ്ങനെ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ഈ കോളനിയിൽ താമസിക്കുന്നവർക്ക്. അങ്ങനെ ഒരു ദിവസം ഈ ഭയങ്കര ശബ്ദമൊക്കെ കേൾക്കുന്നത്, വെട്ടുകയും കിളയ്ക്കുകയും മുറിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇദ്ദേഹം പെട്ടെന്ന് നോക്കിയപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആ പുരയിടത്തിലാണ് ഇത് ചെയ്യുന്നത്. ഇദ്ദേഹം പെട്ടെന്ന് ഒരു കൊടുവാള് വെട്ടുകത്തി എടുത്ത് ഒരു ടോർച്ചും എടുത്ത് ആരടാ എൻ്റെ എന്ന് പറഞ്ഞ് ഓടിച്ചില്ലാന്ന്. ഓടി അങ്ങോട്ട് ചെന്നപ്പോൾ മറ്റവരൊക്കെ പയനിക്കുമ്പോൾ ഒരാൾ മുമ്പിൽ ഇങ്ങനെ നിൽപ്പുണ്ട്. ആരാ? ഇതിൻ്റെ ഇളയ മോൻ. അവനായിരുന്നു നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് വെട്ടാൻ. അപ്പം ഇയാൾ ചെന്ന് നോക്കിയപ്പോൾ മോനായി നിന്ന് വെട്ടി എല്ലാവരെയും കൊണ്ട് ചെയ്യിച്ചുകൊണ്ടിരിക്കുക വഴിക്ക് വേണ്ടിയിട്ട്. ഒന്ന് നോക്കിയൊന്ന് നിന്നിട്ട് ഇദ്ദേഹം തിരിച്ചിങ്ങി വീട്ടിൽ പോരുന്നു. പിന്നെ മോന് വീട്ടിൽ കയറാൻ പറ്റില്ലല്ലോ. അപ്പോൾ കുറച്ച് പിറ്റേ ദിവസം ഇദ്ദേഹം ആ പള്ളിയിൽ അച്ഛനെയും അതുപോലെ 1-2 പേരെയൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് ഈ കാർന്നവരെടുക്കെ പറഞ്ഞു. അവർ വന്ന് പറഞ്ഞ് അവർ ഇതുപോലൊക്കെ പറഞ്ഞു, ഇതൊന്നും നമ്മൾ കൊണ്ടുവന്നതല്ലല്ലോ, നമുക്ക് അവസാനം 6 അടി മണ്ണ് പോരായോ, പിന്നെ ഇതുകൊണ്ടൊക്കെ വല്ല കാര്യമുണ്ടോ, ഇത് ആർക്കൊരു ഉപകാരത്തിന് വേണ്ടി ചെയ്തേരിയോ, അതുകൊണ്ടാണ് അവൻ അങ്ങനെ സഹായിച്ചത്, അവനോടൊന്നും തോന്നരുത്. അപ്പം അങ്ങനെ ഇദ്ദേഹം കാർന്നവർ പറഞ്ഞ് സാരമില്ല, അവർക്ക് വേണ്ടിയാണ് ഞാൻ ഇതെല്ലാം കടന്ന് കഷ്ടപ്പെടുത്തി ഇതെല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് ഇതിനൊക്കെ നോക്കുന്നത്. അവന് വേണ്ടെങ്കിൽ പിന്നെ എനിക്കെന്താ, അവർക്ക് വേണ്ടെങ്കിൽ എനിക്കെന്താ, നടന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല, അവർ നടന്നോട്ടെ, അതിൻ്റെ വലിയ പ്രശ്നമൊന്നുമില്ല, അവർ നടന്നോട്ടെ, ഇനി അതിന് ഞാൻ വെട്ടിപ്പിടിക്കാനൊന്നും പോകുന്നില്ല, അവർ ഉപയോഗിച്ചോട്ടെ. എല്ലാവരും സന്തോഷമായി, മോൻ അവിടെ താമസമായി. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് മോൻ കല്യാണം കഴിച്ച് അതിന് കുഞ്ഞുങ്ങളൊക്കെ ആയി. മറ്റുള്ളവരൊക്കെ വിദേശത്തല്ലേ, അപ്പം അവനാണ് കുടുംബത്തിലെ കാര്യമൊക്കെ നോക്കി അങ്ങനെ സന്തോഷമായിട്ട് ജീവിച്ച് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ കാർന്നൂർ മരിച്ചുപോയി. അപ്പോൾ വിൽപത്രം എടുത്ത് നോക്കി സ്വത്തൊക്കെ എങ്ങനെയായിരുന്നു. അപ്പോൾ എല്ലാം എഴുതിയിട്ടുണ്ട്. ആ അമേരിക്കയിലുള്ള മകന് അവിടെ ഒരു എസ്റ്റേറ്റ്, അടുത്താൾക്ക് വേറെ സ്ഥലം, പിന്നെ ദൂരെ കാഴ്ച ഒരു മോൾക്കുണ്ട്, അവൾക്ക് ഇന്നത്, പിന്നെ വീട് ഒരാൾക്ക്, പിന്നെ എൻ്റെ ഏറ്റവും ഇളയ മോന് അവന് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലമായ ഇപ്പോൾ ആ കോളനിക്കാർ വഴിയായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന 4 സെന്റ് സ്ഥലം അവൻ എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ അന്ന് അവന് അവിടുത്തെ കുന്താലിയും തൂമ്പയും എല്ലാം അവന് കൊടുത്തു. അവനെ വഴി വെട്ടാനായിട്ട് ഒതുക്കിയ ആവശ്യങ്ങൾ വരും. ഇവിടെയുള്ള കുന്താലിയും തൂമ്പയും പിന്നെ വഴിയായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന 4 സെന്റ് സ്ഥലവും അവന് കൊടുത്തേക്കുവാണ്. പക, വിദ്വേഷം, ഇത്തരക്കാരോട് ഈ മനസ്സിൽ ഇത്രയും കൊണ്ട് നടക്കുന്ന ഒരാളോട് ആത്മസാക്ഷാത്കാരത്തിനെ കുറിച്ചോ ആത്മീയജ്ഞാനത്തിനെ കുറിച്ചോ എല്ലാം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇങ്ങനെയുള്ളവരോടൊന്നും പറയാനേ പോകരുത്. എപ്പോഴെങ്കിലും ഒരു ചായ്വ്, ഈശ്വരനിലേക്ക് ഒരു ചായ്വുള്ള ഒരു ആളോട് മാത്രമേ നമ്മൾ ഭക്തിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഈശ്വരനെ കുറിച്ചോ ആത്മസാക്ഷാത്കാരത്തിനെ കുറിച്ചോ ഒക്കെ പറയും. അല്ലെങ്കിൽ നമ്മൾ വെറുതെ അവിടെ പരിഹാസപാത്രമാവുകയാണ്, അല്ലേ? എന്തിനാ അതിനൊക്കെ പോകുന്നത്? അതിനൊന്നും ഒരു കാര്യമില്ല. അപ്പോൾ ഇവിടെ ഭഗവാൻ പറഞ്ഞു തരുന്നത്, ശിവപ്രഭാതത്തിൽ പറയുന്നത്, ഇത്തരക്കാരോടൊന്നും നമ്മൾ ഒന്നിനും പറയാം, ആർഗ്യുമെന്റ് ആവത്തതില്ല. ഈ ആർഗ്യുമെന്റ് ചെയ്യുന്ന ചിലർ എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളിനി ഒരാളോട് പറഞ്ഞാൽ അവർ കേട്ടുകൊണ്ട് നിന്നാൽ തന്നെ അവർ നമ്മളോട് ഭയങ്കരമായിട്ട് തർക്കിക്കും. നമ്മുടെ കയ്യിൽ അതിന് ആൻസർ ഉണ്ടായിരിക്കും പറയാനായിട്ട്, പക്ഷെ അവർക്ക് ആ ആൻസർ അല്ല വേണ്ടത്, അവരുടെ ചോദ്യത്തിന്റെ പ്രസക്തി മാത്രമേ അവർ കൊടുക്കുന്നുള്ളൂ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് കാണണമെങ്കിൽ ഈ നമ്മളെ ഈ TV കാണാതിരിക്കുന്നതാണ് നല്ലത്. ഈ ചർച്ചകളൊക്കെ ഉണ്ടല്ലേ, അത് നമ്മുടെ ഈ
ഏതെങ്കിലും ആത്മീയ സംഘടനയിൽപ്പെട്ട ഒരാളെയാണെങ്കിൽ അവർ വാ തുറക്കാൻ അവരെ സമ്മതിക്കത്തില്ല, അപ്പുറത്തുള്ളവർ. അതായത് അവരുടെ ചോദ്യത്തിന് മാത്രം പ്രസക്തി കൊടുക്കും. ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇതിന് ആൻസർ ഉണ്ട്, ഈ ആൻസർ പറയാൻ അവർ സമ്മതിക്കത്തില്ല. മറിച്ച് അവർ ചോദ്യങ്ങൾ മാത്രം ഇട്ടുകൊണ്ടേയിരിക്കും, ഒരിക്കലും വാ തുറക്കാൻ സമ്മതിക്കില്ല. അതുപോലെ തന്നെ നമ്മളൊരാളോട് ഈ ആത്മീയതയെക്കുറിച്ച് ഇതിൽ വിശ്വാസമില്ലാത്ത ഒരാളോട് പറഞ്ഞാൽ ഉൾട്ട ചോദ്യങ്ങൾ ഇങ്ങോട്ട് ചോദിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ ഉത്തരം നമ്മൾ പറഞ്ഞിട്ടും പ്രയോജനമില്ല. ആ ഉത്തരത്തെ അവർക്ക് വേണ്ട, നമ്മൾ കൊടുക്കുന്ന ആൻസർ അവർക്ക് വേണ്ട. മറിച്ച് അവരുടെ ചോദ്യങ്ങളിൽ മാത്രമേ അവർ എവിടെയെങ്കിലും അത് പറഞ്ഞു നോക്കി ചോദിച്ചു നോക്കിക്കോളൂ. അല്ലെങ്കിൽ അവരിങ്ങനെ ചോദ്യങ്ങൾ ഇട്ടുകൊണ്ടിരിക്കും. അവരവരുടെ ചോദ്യത്തിലാണ് വിശ്വസിക്കുന്നത്, നമ്മുടെ ഉത്തരത്തിൽ അവർ വിശ്വസിക്കില്ല. എന്തിനാ പിന്നെ നമ്മുടെ വിലപ്പെട്ട സമയം കളയുന്നത്? ആ സമയം നമുക്ക് ഒരു നമ്മളോട് ജയിക്കാൻ അത്രയും നല്ലത്. അല്ലെ 2 ഭൂ കുറച്ച് ഭഗവാനെ സംബന്ധിച്ചാൽ ഏറ്റവും നല്ലത്. ഒരിക്കലും അതിലോട്ടൊന്നും നമ്മൾ പോകേണ്ട ഒരു കാര്യവുമില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് നമുക്ക് വേണ്ടത് എന്താണ്? ശരണാഗതി എന്ന് പറയുന്ന ആ ഒരു ഭാവം. ആ ശരണാഗതി എന്ന് പറയുന്ന ഒരു ഭാവം പെട്ടെന്നുണ്ടാകുന്ന ഒരു കാര്യമല്ല കേട്ടോ. നമ്മൾ ഈ ശരണാഗതി എന്ന് പറയുന്നത് നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കുന്നു, ഭഗവാനെ നാമം ജപിക്കുന്നു, ഭഗവാൻ ഇതൊക്കെ സമർപ്പിക്കുമ്പോഴും ശരണാഗതി എന്ന് പറയുന്ന ഒരു ഭാവമുണ്ട്. അത് ഏത് സമയത്താണ് ഉണ്ടാകുന്നത്? ദ്രൗപദിക്ക് വന്നത് കണ്ടാം. ഇത്രയും നാളും ഭഗവാന്റെ ഒക്കെ ഒപ്പം ഉണ്ടായിരുന്നു അല്ലേ? ഭഗവാന്റെ കൂടെ ഉണ്ടായിരുന്നു, വിശ്വാസം ഉണ്ടായിരുന്നു, സ്നേഹം ഉണ്ടായിരുന്നു, ഇഷ്ടമുണ്ടായിരുന്നു, എല്ലാം ഉണ്ട്. പക്ഷേ ഏത് സമയത്താണ് ഭഗവാൻ വന്നത്? ശരണാഗതിയിൽ മാത്രം അല്ലേ? ആ സമയത്തെ മാനസികാവസ്ഥ എന്തായിരുന്നു? നമ്മുടെ ജീവിതത്തിലൊക്കെ നമുക്ക് ചിലപ്പോൾ അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടാകും അല്ലേ? ഓരോരോ അനുഭവങ്ങൾ വരുമ്പോൾ സർവ്വതും മറന്നൊരു ഭഗവാനെ വിളിക്കുന്നുണ്ട്. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുള്ളവർക്ക് അതറിയാം. കാരണം പിന്നെ മറ്റൊരാൾക്ക് തന്നെ സഹായിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരവസ്ഥ വരുമ്പോൾ നമ്മൾ ആ ഭഗവാനിലേക്ക് മാത്രം നമ്മൾ വെക്കും. അവിടെ ഒരു വിളിയുണ്ട് നമ്മുടെ ഭഗവാൻ, ആ ഒരു ശരണാഗതി, ആ ഒരു മനോഭാവം. അതായത് പിന്നെ മറ്റൊന്നും നമുക്കില്ല രക്ഷയായിട്ട് വരുന്നത്, അവിടെ ഭഗവാൻ മാത്രമേ വരുള്ളൂ എന്ന് നമുക്കൊരു ഉത്തമ ബോധം ആ സമയത്തുണ്ടാവും. അതാണ് ശരണാഗതി എന്ന് പറഞ്ഞാൽ. ഹരകൃഷ്ണ, പണ്ട് ഞാൻ ദുബൈയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ 2ാമത്തെ 3ാമത്തെ തവണയും കൊണ്ട് പോയപ്പോഴാണ് വളരെ മോശമായൊരു കമ്പനി ചെന്ന് പെട്ടുപോയി. അപ്പോൾ പിന്നെ നമ്മൾ ബുദ്ധിമുട്ടും അവിടെ നിന്ന് ചാടിപ്പോയി. അപ്പം അയാളിന് ഈ ID കാർഡൊന്നും തന്നിട്ടില്ല, ID കാർഡൊന്നും ഇല്ലാതെ നടന്ന് ജോലി ചെയ്യുകയാണ്. അപ്പം നല്ല സാമ്പത്തിക ബാധ്യതയുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ നടന്ന് ജോലിയൊക്കെ ചെയ്യുകയാണ്. ഏത് സമയത്തും പിടി വീഴാം. അപ്പോൾ പേടിച്ച് നടന്നാണ് ഈ ജോലി ചെയ്യുന്നത്. അങ്ങനെ ഒരിക്കൽ രാത്രിയിൽ ഒരിടത്ത് ചെന്ന് ജോലി ചെയ്തിട്ട് എൻ്റെ കൂടെ 2 പേരും കൂടെ ഉണ്ട്. അവന്മാരെ വിളിച്ചുകൊണ്ട് പോയാൽ ചെയ്യുന്നത്. വേറൊരു സ്ഥലത്ത് ചെന്നിട്ട് ഒരു കമ്പനി ചെന്ന് ജോലി ചെയ്തിട്ട് ജോലിയൊക്കെ കഴിഞ്ഞിറങ്ങിയപ്പം രാത്രി 2 മണിയായി. 2 മണിയായപ്പം നമ്മളൊരു വണ്ടിയുണ്ട്, ചെറിയൊരു അതിനൊരു മിനി ബസ്സിനകത്തോട്ട് ഞങ്ങൾ വന്ന് കയറി. ഓടിക്കുന്ന ഒരു പാകിസ്ഥാനിയുണ്ട്. അപ്പോൾ ഞാൻ അവിടെയും വിളിച്ച് പണിയൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് അവിടെ ഒന്നും ആരുമില്ല, കമ്പനി അടഞ്ഞു കിടക്കുന്നൊരു കമ്പനിയാണ്. അങ്ങോട്ട് കയറി കഴിഞ്ഞപ്പോൾ ഉണ്ട് പെട്ടെന്ന് കുതിരപ്പുറത്ത് 2 കുതിരപ്പുറത്ത് പോലീസുകാർ വന്നു, കുതിര പോലീസ്. അവിടെ നിൽക്കുന്ന അവർ അറബിയിൽ പറഞ്ഞു, പെട്ടെന്ന് പറഞ്ഞു അവരവിടെ നിൽക്കുന്ന പറഞ്ഞ് പെട്ടെന്ന് അവർ ഓടി വന്ന് കുതിര ഓടിച്ച് ഒരു എണ്ണത്തിനെ കൊണ്ട് ഫ്രണ്ടിൽ നിർത്തി, ഒരെണ്ണത്തിനെ ബാക്കിൽ നിർത്തി. നമുക്ക് ID കാർഡോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ എപ്പോഴോ പഴകിയ ഒരു പേപ്പർ ഇരിക്കൊണ്ട് വിസയുടെ അങ്ങോട്ട് വന്നു അതിൻ്റെ ഒരു കോപ്പി. പിന്നെന്തായിരിക്കും അവസ്ഥ? ഇറങ്ങി വന്നു ID കാർഡ് കാണിക്കിറങ്ങി. ഇപ്പോൾ നമ്മൾ ഉറപ്പിച്ചു പിന്നെ എവിടെ ആയിരിക്കും നമ്മുടെ വാസം? നേരെ ജയിലിലോട്ട് പോകാം. പല ആവശ്യങ്ങളും പല പ്രശ്നങ്ങളുമായിട്ടിരിക്കുന്ന ആ സമയത്ത് ഒരുന്ന ദൈവത്തെ വിളിച്ചു. ആയിരിക്കും ആ സമയത്ത് കാര്യം മറ്റാരും രക്ഷിക്കാനില്ലല്ലോ. ഇപ്പോഴും ഞാൻ ഓർമ്മയുണ്ട്, സർവ്വതും മറന്നുകൊണ്ടാണ് ആ ദൈവത്തെ വിളിക്കുന്നത്. എല്ലാം കഴിഞ്ഞു അവിടെ വെച്ച്. ആ ഇറങ്ങുമ്പോഴൊക്കെ ആ വിളിച്ചുകൊണ്ടേ ഇരിക്കുവാണ്. പിന്നെ അവരവിടെ നിർത്തി കുറേ ചോദ്യം ചെയ്തു. പക്ഷെ അവർ പറയുന്നതിൻ്റെ ആൻസർ അങ്ങോട്ട് പറഞ്ഞാലും പിന്നെ അടുത്ത് നമ്മൾ ദൈവത്തെ വിളിച്ചുകൊണ്ടേ ഇരിക്കുക, വേറെ ഒന്നും ചിന്തിക്കാൻ സമയമില്ല. എന്തായാലും അവർ പിന്നെ വേറെ ഒരു അവർ ഉടനെ തന്നെ ഫോൺ ചെയ്തു. ഒരു പോലീസ് ജീപ്പും കൂടെ വന്ന്, കാര്യം ഇത്ര അവർ വിചാരിക്കുന്ന ഇവിടുന്ന് മോഷ്ടിച്ചുകൊണ്ട് പോകാമെന്ന് എഴുതിയിട്ടാണ്. പിന്നെ വന്ന് കുറേ ചോദ്യമൊക്കെ ചെയ്ത് എന്തുവായാലും ആ ഭഗവാന്റെ കൃപയെന്ന് വിചാരിച്ചാൽ മതി. എൻ്റെ കയ്യിലിരുന്ന് ആ വന്ന വിസ കോപ്പിയുടെ പഴയ പേപ്പറിൽ അവർ സംതൃപ്തരായി. അവർ പറഞ്ഞ് ഇനി ഇത് ആവർത്തിക്കരുത്, അവർ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇനി മേലാൽ ഇത് ആവർത്തിക്കരുത്, എപ്പോഴും ID കാർഡ് വേണം, അതൊക്കെ വേണം, എല്ലാം ഓക്കെ ആക്കി പറഞ്ഞു വിട്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള നിർണായകമായ ചില സമയങ്ങൾ, ഞാൻ ഉദാഹരണം പറഞ്ഞതേയുള്ളൂ, നിർണായകമായ ചില സാഹചര്യങ്ങളിൽ നമ്മൾ ദൈവത്തെ വിളിക്കുക. അങ്ങനെ നിർണായകമായ സമയങ്ങൾ ഉണ്ടാവണമെന്നല്ല ഞാൻ പറഞ്ഞത്. ആ ഒരു വിശ്വാസമുണ്ടല്ലോ, ഇനി ആ ദൈവം മാത്രമേ നമുക്ക് വരാനുള്ളൂ എന്ന്, അല്ലാതെ എൻ്റെ കഴിവുകൊണ്ടൊന്നും സാധ്യമാകില്ല എന്ന് പറയുന്ന ഒരു സമയമുണ്ട്. ആ സമയം ആ കൊടുക്കുന്ന ഒരു വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായാൽ മതി. അതാണ് ശരണാഗതി എന്ന് പറയുമ്പോൾ.
ഭഗവാന്റെ കരുണ കൊണ്ടല്ലാതെ ഒന്നും സാധ്യമാകാൻ പോകുന്നില്ല എന്ന ഉറച്ച വിശ്വാസത്തോടെ ശരണാഗതി കൊടുത്താൽ മതി. അപ്പോൾ തീർച്ചയായിട്ടും ഭഗവാൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. ഓരോ പ്രവൃത്തി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓരോ പ്രവൃത്തിയും നമ്മൾ ഭഗവാന് സമർപ്പിച്ച് ചെയ്യുമ്പോൾ സർവം കൃഷ്ണാർപ്പണമസ്തു എന്ന് ആ സമർപ്പിച്ച് ചെയ്യുമ്പോൾ തീർച്ചയായും ആ പ്രവൃത്തിയെ ഭഗവാൻ അങ്ങനെ സ്വീകരിക്കും. അതിൻ്റെ സാഹചര്യമോ അല്ലെങ്കിൽ അതിൻ്റെ അവസ്ഥയോ ഒന്നുമല്ല ഭഗവാൻ നോക്കുന്നത്. അതങ്ങനെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അതിന് ഏത് രീതിയിലായാലും എന്തായാലും ഒരു ഉദാഹരണം കൂടെ പറഞ്ഞ് അടിയിൽ നിർത്താം. ഒരു വടക്കേന്ത്യയിൽ ഒരു ഗ്രാമത്തിൽ ഒരു കൃഷ്ണക്ഷേത്രം ഉണ്ടായിരുന്നു. ആ കൃഷ്ണക്ഷേത്രത്തിൽ പൂജാരിക്ക് പരികർമ്മിയായിട്ടൊരു പയ്യനുണ്ടായിരുന്നു. അവന് ആദ്യം മാല കെട്ടാനൊക്കെ ആയിട്ടിരിക്കുക. ക്ഷേത്രത്തിൽ മാല കെട്ടാൻ കൊടുക്കുകയാണ്. ഇവന് ഭഗവാനെ കണ്ടു കഴിഞ്ഞാൽ ആ ഭഗവാന്റെ രൂപയുള്ള അവൻ്റെ മനസ്സിൽ. അപ്പോൾ ഈ മാല കെട്ടിയിട്ട് മാല ചാർത്തുമല്ലോ. മാല ചാർത്തിയിട്ട് പിന്നെ ചിലപ്പോൾ രാവിലെ ചാർത്തുന്ന മാല സ്വാഭാവികമായിട്ട് വൈകിട്ടെടുത്ത് മാറ്റി വെക്കും അല്ലേ? അങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ ഇതെടുത്ത് കളയുമ്പോൾ അവന് വിഷമോ. കാര്യം ഇതങ്ങ് ഭഗവാൻ എടുത്തായിരുന്നെങ്കിൽ, അതാണ് അവൻ ചിന്ത. ഇത് കിട്ടിക്കൊണ്ട് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഇതെൻ്റെ ഭഗവാൻ അങ്ങ് എടുത്തിരുന്നെങ്കിൽ, ഇത് തന്നെ ആ ഭഗവാനെ സമർപ്പിച്ചുകൊണ്ടേ ചെയ്യുകയാണ്. ഇതങ്ങ് എടുത്തിരുന്നെങ്കിൽ, ഭഗവാൻ ഇതങ്ങ് എടുത്തിരുന്നെങ്കിൽ. അങ്ങനെ ഒരു ദിവസം രാവിലെ തിരുമേനി വന്ന് നോക്കുമ്പോൾ ഉണ്ട് ഈ മാലയെല്ലാം അങ്ങ് ഭഗവാന്റെ ആ വിഗ്രഹത്തിലോട്ടങ്ങ് ഒട്ടി, അങ്ങ് പറഞ്ഞ് മനസ്സിലായി, കരിഞ്ഞ് ഒട്ടി പിടിച്ചിരിക്കുന്നു, എടുക്കാൻ പറ്റാത്ത രീതിയിൽ. തിരുമേനിക്ക് ഭയങ്കര ദേഷ്യമായി. ഇത് പിന്നെ പാടല്ലേ. അപ്പം ഈ ഇവനോട് ഈ പയ്യൻ്റെ അടുക്ക ചോദിച്ച്, നീ ഇത് എന്ത് പൂവായി പറിച്ചുകൊണ്ട് വന്നിരുന്നത്? വാടിക്കരിഞ്ഞ പൂക്കൾ, പന്ന പൂക്കൾ പറിച്ചിട്ടല്ലേ ഇങ്ങനെ ആയത്. ഇവനോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട്, നീ നല്ല പൂ പറിച്ചുകൊണ്ട് വാ എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, ഞാൻ നല്ല പൂവാ കൊണ്ടുവന്നത്, നീ അതാണോ ഇല്ലാണ്ട് ഇളക്കാൻ പോലും പറ്റില്ല. കാര്യം അത്രമാത്രം അവൻ കരിഞ്ഞുണങ്ങിയ കണക്ക് അങ്ങ് ആ വിഗ്രഹത്തിലോട്ട് അങ്ങ് ചേർന്നിരിക്കുകയാണ്. പിറ്റേ ദിവസം ഇത് തന്നെ വന്നു. അപ്പോൾ ഈ തിരുമേനിക്ക് ദേഷ്യം വന്നിട്ട് തിരുമേനി ഈ പയ്യനോട് പറഞ്ഞ്, നീ ഒരു കാര്യം ചെയ്യ, നിനക്ക് ഇത് പറ്റുന്ന പണിയല്ല, നീ ഇത് ചെയ്യണ്ട, നീ ഒരു കാര്യം ചെയ്യും, ആ അടുക്കളയിൽ പോയിട്ട് നിവേദ്യത്തിൻ്റെ അതിൻ്റെ കാര്യത്തിനൊക്കെ നീ സഹായിച്ചാൽ മതി, വയ്ക്കും എന്ന് പറഞ്ഞു. അവൻ അവിടെ പോയി നിൽക്കും. അവനൊരു സ്പൂൺ പഞ്ചസാര എടുത്താലും ഇത് തന്നെ, ഇതെൻ്റെ ഭഗവാനും കഴിച്ചിരുന്നെങ്കിൽ, ഓരോന്നെടുക്കും. ഇച്ചിരി അവലെടുത്താവും വിചാരിക്കും എൻ്റെ ഭഗവാൻ ഇത് കഴിക്കും. ഇത് തന്നെ അവൻ്റെ ചിന്ത. തിരുമേനി രാവിലെ വന്ന് ക്ഷേത്രം തുറന്നപ്പോൾ ഉണ്ട് ഭഗവാന്റെ ചുണ്ടത്തെല്ലാം പഞ്ചസാര പറ്റിയിരിക്കുന്നു, താഴെ അവല് കിടക്കുന്നു, ശർക്കരപ്പൊടി കിടക്കുന്നു. ഇതിൻ്റെ അപ്പം ഈ ക്ഷേത്രത്തിൻ്റെ പൂട്ടി താക്കോൽ അവിടെ വെച്ചിട്ടാണ് തിരുമേനി പോകുന്നത്. തിരുമേനി ചോദിച്ചത്, നീ തറന്ന് ഇതിനകത്ത് വാരിയിട്ടല്ലേ? അപ്പം പറഞ്ഞു, ഇല്ല, ഞാനൊന്നും ചെയ്തില്ല. പിന്നെ എങ്ങനെ വന്നിത്? നീ ഇതെന്തൊക്കെയാണ് അവിടെ കാട്ടിക്കൊട്ടുന്നത്? നിന്നെ ഇതിനൊന്നും പറ്റത്തില്ല. നീ ഒരു കാര്യം ചെയ്താൽ മതി, നാളെ തൊട്ട് അവിടെയൊക്കെ കഴുകിയാൽ മതി, വേറൊന്നും നീ ചെയ്യണ്ട. വെള്ളം ഒഴിച്ച് ഇവിടെയൊക്കെ കഴിയുമ്പോൾ നീ ഇവിടെയൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചാൽ മതി. അങ്ങനെ തിരുമേനി പോയി കഴിയുമ്പോൾ ഇവൻ കഴിയും. ഇവൻ ഈ വെള്ളം എടുത്തുകൊണ്ട് ഒഴിക്കുന്നത് തന്നെ ചിന്തിക്കുന്നത് എന്താണ്? ഇതെൻ്റെ ഭഗവാന്റെ ദേഹത്തോട്ട് ഒഴിക്കുന്നതാണൊക്കെ ചിന്തിക്കുന്നത്. അങ്ങനെ അവൻ ഒഴിക്കുന്നത് ഭഗവാനെ ചിന്തിച്ചുകൊണ്ട് ഒഴിക്കും. പിറ്റേന്ന് രാവിലെ തിരുമേനി വന്ന് ശ്രീകോവിൽ വന്ന് നോക്കിയപ്പോൾ ഉണ്ട് തറ മുഴുവൻ വെള്ളം. ശ്രീകോവിലിനകത്ത് ഭഗവാൻ നനഞ്ഞിങ്ങനെ തണുത്ത് വിറച്ചിരിക്കുന്നതാണ് ഇരിക്കുന്നത്. ഭഗവാന്റെ മുഖഭാവത്തിൽ പോലും ഉണ്ട് തണുത്ത്. അവനൊന്നൊഴിച്ച വെള്ളം മൊത്തം ഭഗവാൻ ശിരസിലൂടെ മേടിച്ചത്. തിരുമേനിയോട്, ഇതെന്ത് കാര്യം ഇത്? നീ എന്തൊക്കെയാണ് ഇവിടെ കാട്ടിക്കൂട്ടുന്നത്? അപ്പോൾ അവൻ സത്യം ചെയ്ത് പറഞ്ഞു, ഞാനല്ല. അല്ല, പിന്നത്തെ വെള്ളം തന്നെ വരണം, അത് നിറയെ വെള്ളം കിടക്കുക. നീ ഇനി ഒരു കാര്യം ചെയ്താൽ മതി, നീ അകത്തി ഒരു കാര്യവും ഇനി ചെയ്യണ്ട. നീ പുറത്ത് പോയിട്ട് ആ വരുന്നവരുടെ ചെരുപ്പൊക്കെ ഉണ്ടല്ലേ, അതൊക്കെ അവിടെ പറക്കി ഒന്ന് മാറ്റി വെച്ചാൽ മതി, ഇനി അകത്ത് കയറിയേ വേണ്ട എന്ന് കരുതിയിട്ട് തിരുമേനി പൂട്ടി താക്കോലും എടുത്ത് കൈവച്ചുകൊണ്ട് തിരുമേനി അങ്ങ് പോയി. ഇനി എന്താ സംഭവിക്കണമെന്ന് അറിയണമല്ലോ. അവൻ അതിലും സന്തോഷം. അവൻ പോയി ചെരുപ്പൊക്കെ പറക്കി, ഈ വരുന്നവരുടെ ചെരുപ്പൊക്കെ പറക്കി ഒതുക്കി വെച്ചുകൊണ്ടിരുന്നു. തിരുമേനി എന്തായാലും ഇനിയൊരു പ്രശ്നമില്ലല്ലോ. തിരുമേനി രാവിലെ വന്ന് ക്ഷേത്രം തന്ന അകത്ത് നോക്കിയപ്പോൾ ഉണ്ട് കൃഷ്ണൻ ഒരു ചെരുപ്പ് കിട്ടും തുടങ്ങി. വിഗ്രഹത്തിന്റെ അടിയിൽ ഒരു ചെരുപ്പ്, ഒരു കൂട്ടി ചെരുപ്പ് കിട്ടും. കാര്യം ഇവൻ ഓരോ ചെരുപ്പ് എടുത്ത് വെക്കുമ്പോഴും കൃഷ്ണാർപ്പണ വസ്തു എന്നും പറഞ്ഞിട്ടാണ് വെക്കുന്നത്. ഭഗവാൻ എന്ത് ചെയ്യാനാ? പിന്നെ ഭഗവാൻ തന്നെ ഒരെണ്ണം അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് കാലം ഇട്ടുകൊണ്ടിരിക്കും അവിടെ. ഇതുകൂടെ കണ്ടപ്പോഴത്തേക്ക് ഈ തിരുമേനിക്ക് ദേഷ്യം എവിടേക്ക് കള്ളത്താക്കൽ ഉണ്ടാകും. കാര്യം ആരോ ഇട്ട് വലയ്ക്ക് ഒരു ചെരുപ്പ് ഇട്ടുകൊണ്ടിരിക്കുക നമ്മുടെ ഭഗവാൻ. അവിടെ ചെരുപ്പ് ആ വിഗ്രഹത്തിന്റെ അടിയിൽ അടുത്ത് വെച്ച് കാലയിൽ ചേർന്നിരിപ്പുണ്ട് അവിടെ. ഇവന് ഇനി ഇവിടെ നിർത്തിയേ ചെയ്യരുത്, ഇവന് ശിക്ഷ കൊടുക്കണമെന്ന് പറഞ്ഞ് ദേഷ്യം കൊണ്ട് തിരിഞ്ഞു നോക്കുമ്പോൾ കുറേന്നൊരു വിളിച്ച് തിരുമേനി, അതെ, അവനെ ഒന്നും ചെയ്യണ്ട. അവൻ്റെ ആ നിർമ്മലമായ ഭക്തിയിൽ, ആ സമർപ്പിത മനോഭാവത്തിൽ
എനിക്കത് സ്വീകരിക്കേണ്ടി വന്നു പോയതാണ്. അല്ലാതെ എനിക്ക് മറ്റു മാർഗമില്ല. ഈ ചെയ്തതൊന്നും അവനല്ല. എനിക്ക് അവൻ ഓരോന്നെടുക്കുമ്പോഴും അവൻ എനിക്ക് തരുന്നു, സമർപ്പിച്ചിരിക്കുക. ഞാൻ പിന്നെ എന്ത് ചെയ്യും സ്വീകരിക്കാതെ? അവൻ ആ ഓരോ ചെരുപ്പ് എടുക്കുമ്പോഴും എൻ്റെ പേര് പറഞ്ഞുകൊണ്ട് അത് അവിടോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഒരെണ്ണെടുത്ത് പിന്നെ എൻ്റെ കാലയിട്ടുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. ഇതാണ് ഭഗവാന്റെ കരുണ എന്ന് പറഞ്ഞാൽ. സമർപ്പിതമായി എന്ത് ചെയ്താലും നമ്മുടെ സാഹചര്യത്തെയോ നമ്മുടെ അവസ്ഥയോ ഒന്നുമല്ല ഭഗവാൻ കണക്ക് കൂട്ടുന്നത്. അത് നമ്മുടെ സാഹചര്യമോ അവസ്ഥയോ അതൊക്കെ അതിൻ്റെ വഴി കണക്കട്ടെ. മനസ്സിൽ ഒറ്റ ബോധമുണ്ടായാൽ മതി, ഇത് ഞാൻ എൻ്റെ ഭഗവാന് സമർപ്പിച്ച് ചെയ്യുന്നു എന്ന്. ഒറ്റ ബോധം മാത്രം മതി. അതിലൂടെ നമുക്ക് ആ ഒരു പൗത്രീകരണം കിട്ടും. നമ്മുടെ കർമ്മത്തിലെല്ലാം ആ പൗത്രീകരണം കിട്ടി. അതാണ് ഒരു ആത്മസാക്ഷാത്കാരത്തിലേക്കുള്ള ഏറ്റവും നല്ല മാർഗവും. ഹരേ കൃഷ്ണ. ഓം സത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.